ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് കേട്ടോ. 4ാം ക്ലാസ്സിലെ ഗണിതമാണ്. ഇനി സെക്കൻഡ് ചാപ്റ്ററായ എന്താണ് ബിയോണ്ട് 1000, എന്താണ് 1000 കടന്നെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, ഇവിടെ ഈ രണ്ട് കൂട്ടിൽ പറയാം അല്ലേ. ദ റേസ് ഈസ് ഓൺ, ടോട്ടോ കാർ ഈസ് ദ ഫസ്റ്റ്, സി ഇറ്റ്സ് നമ്പർ. എന്താണ് ആ മത്സരം നടക്കുകയാണെന്ത്, ഒന്നാമത്തേത് ടോട്ടോ കാറാണ്, അതിൻ്റെ നമ്പർ കണ്ടോന്നല്ലേ. ഇവിടെ കാറോട്ടോ മത്സരമാണ് നടക്കുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ 1000, 900, 800 ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ നമ്പർ നോക്കുക, എന്താണ് ഒന്നാമത്തെ കാറിൻ്റെ നമ്പർ 1000 ആണ് അല്ലേ. അതിനെന്താ പറയുക, 1000 എന്ന് പറയൂ കേട്ടോ. ഓക്കെ, അപ്പം നോക്കൂ, ഫൈൻഡ് ദ റിലേഷൻ. ഇനി എന്താണ് അതിൻ്റെ റിലേഷൻ കാണാനാണ് പറഞ്ഞത്. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെല്ല്. എന്താ അവിടെ പറയുന്നത്, ബന്ധം കണ്ടുപിടിച്ചിട്ട് ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതിക്കൂടെ, എഴുതാം അല്ലേ. അപ്പം നോക്കിയാൽ ഇവിടെ 9 ആണ്, ഇവിടെ 10 ആണ്, ഇവിടെ 100 ആണ്, ഇവിടെ 101 ആണ് അല്ലേ. ഇനി ഇവിടെ 110 ആണ്. അവിടെ നോക്കിയാൽ ഓരോ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അല്ലേ. മുകളിലത്തെ നമ്പറിൻ്റെ കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്പർ, താഴെ നമ്പർ അല്ലേ. നോക്കൂ, ഇനി എന്താണ് താഴെ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് മുകളിലത്തെ നമ്പർ എന്തേക്കും, അതിൻ്റെ മുന്നുള്ള നമ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ എത്രയ്ക്ക് നമുക്ക് എഴുതുക, 110 അല്ലേ. അപ്പോൾ 109 ആണ് ഇവിടെ വരികയുണ്ട് കേട്ടോ. 109. ഓക്കെ, ഇവിടെ 109, 110. ഇവിടെ ഇങ്ങനെ നോക്കൂ, 199 ആണല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും, 200 എന്ന് വരും കേട്ടോ. 200. ഓക്കെ, 200 എന്ന് വരും. 2 ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നോക്കിയേ, 280, 280 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്പർ ഏതാണ്, 279 ആണ് അല്ലേ. അപ്പോൾ 279 എഴുതുക, 279 എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ 279 കേട്ടോ. ഇനി ഇവിടെ 500 ആണല്ലോ. 500ന് ശേഷമുള്ളതാണ് 501 ആണ് കേട്ടോ. അപ്പോൾ 501 എന്ന് എഴുതുക ഇവിടെ. ഓക്കെ, 501. ഇനി നോക്കൂ, എന്താണ് 667 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്പർ ഏതാണ്, 666 ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, അവിടെ 666 എഴുതി അല്ലേ. ഇനി 909 ആണ്, കഴിഞ്ഞിട്ട് ഏതാണ് 910 ആണ്. ഇനി ഇവിടെ നോക്കിയാൽ 919, അതിൻ്റെ മുന്നിലുള്ള നമ്പർ ഏതാണ്, 989 ആണ് കേട്ടോ. 989, അതിന് തൊട്ട് മുന്നിലുള്ള നമ്പർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ 999 ആണ്. അപ്പോൾ 999 കഴിഞ്ഞിട്ട് എന്താണ്, 1000 അല്ലേ. എത്രയാണ്, 1000, 1000 എന്ന് പറയും കേട്ടോ. അപ്പം 1 ഇട്ടിട്ട് 3 0 ഇടുന്നതിനാണ് എന്ത്, 1000 എന്ന് പറയുന്നത്. 1 ഇട്ടിട്ട് 2 0 ഇട്ടാൽ എത്രയാണ്, 100 അല്ലേ. അപ്പോൾ 1 ഇട്ടിട്ട് 3 0 ഇട്ടാൽ 1000 കേട്ടോ. ഇപ്പോൾ 999 കഴിഞ്ഞാൽ 1000, 999 കഴിഞ്ഞാൽ എത്രയാണ്, 1000 ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയാൽ, എന്താണ് കളർ ടോട്ടോ കാർ. ടോട്ടോ കാറിന് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ നമ്പേഴ്സ് വി ആർ റിട്ടൺ ഇൻ ദ പിക്ചർ ബിലോ, കളർ ദോസ് പാർട്സ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്, ആ നമ്പർ ഇതിലെടുത്തിട്ട് എന്താണ് ആ ഭാഗത്തൊക്കെ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ എവിടെയൊക്കെ കളർ ചെയ്യാൻ, ഇതൊക്കെയാണ് ടോട്ടോ കാറിൻ്റെ അല്ലേ. അപ്പോൾ നമ്മൾ കിട്ടിയ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ എന്താക്കുക, കളർ ചെയ്യുക ടോട്ടോ കാർ. നമ്മൾ കിട്ടിയത് കേട്ടോ, ക്രയോൺസ് എടുത്തിട്ട് കളർ ചെയ്യുക. ദെൻ നമ്പർ പ്ലേറ്റ് ആണ്. ഇനി നമ്പർ പ്ലേറ്റ് എന്താ നോക്കിയാൽ, ദീസ് ആർ ദ ഫ്രണ്ട്സ് ഓഫ് ടോട്ടോ കാർ. ഫൈൻഡ് ദെയർ നമ്പേഴ്സ് ഫ്രം ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ഓൺ ദെയർ നമ്പർ പ്ലേറ്റ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ടോട്ടോ കാറിൻ്റെ കൂട്ടുകാരാണ് ഇവർ അല്ലേ. സൂചനകളിൽ നിന്ന് നമ്പർ കണക്കാക്കി നമ്പർ പ്ലേറ്റിൽ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ, ഇവിടെ 800ഉം 4 10സും 2 1സും ആണ് അല്ലേ. അപ്പോൾ 842. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താക്കുക, 842 എന്ന് എഴുതുക കേട്ടോ. പിന്നെ 1 ലെസ് ദാൻ 910, 910ൽ നിന്ന് 1 കുറയ്ക്കാൻ. അപ്പോൾ 910 1 കുറച്ചാൽ എത്രയാണ്, 909 എന്ന് എഴുതുക കേട്ടോ. 909 അല്ലേ. ദ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, ഏറ്റവും വലിയ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എത്രയാണ്, 999 അല്ലേ. അത് എഴുതുക. പിന്നെ 1 മോർ ദാൻ ദ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. എന്താണ് ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പറിൻ്റെ ഏറ്റവും 1 കൂടിയത് ഏതാണ്, ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 99 ആണ് അല്ലേ. അപ്പോൾ അതിൽ 1 കൂടി കൂട്ടി എത്രയാണ്, 100 അല്ലേ. അപ്പോൾ 100 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്ന് ഓക്കെ 8 100 4 10 2 1 എന്ന് പറഞ്ഞാൽ എത്ര, 842 അല്ലേ. 910ൽ നിന്ന് 1 കുറവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 909 അല്ലേ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാ, 999. ഏറ്റവും വലിയ 2 അക്ക സംഖ്യയോട് 1 കൂട്ടിയ, ഏറ്റവും വലിയ 2 അക്ക സംഖ്യ പറഞ്ഞാൽ എത്രയാണ്, 99. അതിനോട് 1 കൂട്ടിയാൽ 100 അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയാൽ, എന്താണ് വൗ 1000 അല്ലേ. റീഡ് മൈ നമ്പറിൻ്റെ നമ്പർ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മൈ നമ്പർ ഇസ് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ.
എൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 4 അക്ക നമ്പർ ഉണ്ട് അല്ലേ, എന്താണ് 4 ഡിജിറ്റുള്ള നമ്പറാണ് അല്ലേ, 1 2 3 4 അല്ലേ, 4 അക്ക നമ്പറാണുള്ളത് അല്ലേ. അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 4 അക്ക നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, 1000 ആണ് കേട്ടോ, 1000 ആണ് കേട്ടോ. എന്താണ് 1000 അല്ലേ. എൻ്റെ നമ്പർ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് അല്ലേ, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് എന്ത്, 1000. ഓക്കെ, ഇനി ഇവിടെ എന്താ പറയുന്നത് നോക്കിയാൽ, വരച്ച് ചേർക്കാനല്ലേ. ഏതൊക്കെ വാഹനങ്ങളുടെ നമ്പറുകൾ കൂട്ടിയാലാണ് ടോട്ടോ കാറിൻ്റെ നമ്പർ കിട്ടുകയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അത് വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്, ഫൈൻഡ് ദ പേഴ്സ് ഓഫ് വെഹിക്കിൾസ് ഹുസ് നമ്പേഴ്സ് ആഡ് അപ് ടു ടോട്ടോ കാർസ് നമ്പർ, ഡ്രോ ലൈൻസ് ടു ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഡു ഇറ്റ് മെൻ്റലി ആൻഡ് റൈറ്റ് ആൻസർ. മെൻ്റലി ആയിട്ട് ചെയ്യണം, നമ്മൾ മനസ്സിനോട് ചെയ്യാണ് വേണ്ടത്, പ്ലസ് ചെയ്യണ്ട അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിക്കൂടെ, നോക്കൂ, ഇത് ജോയിൻ ചെയ്ത് നമ്മൾ ടോട്ടോ കാറിൻ്റെ നമ്പർ എത്ര, 1000 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ 2 നമ്പർ കൂട്ടി 1000 കിട്ടണം അല്ലേ. അപ്പോൾ ഇതിനോട് 505 ഇതിലേതെങ്കിലും കൂട്ടിയാൽ 1000 കിട്ടുമോ, ഇല്ല. ഈ 999 1 കൂട്ടിയാൽ അല്ലേ, 999 1 കൂട്ടിയാൽ എന്ത് കിട്ടും, 1000 കിട്ടും. അപ്പോൾ ഇത് ഓക്കെയാണ് അല്ലേ. ഇനി 780 എന്തെങ്കിലും കൂട്ടിയാൽ താഴെയുണ്ട് അല്ലേ, എന്നൊക്കെ. അപ്പം ഓക്കെ, അപ്പോൾ ഈ താഴെ നമ്പറും ഉണ്ട് കേട്ടോ, ടീച്ചർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നോക്കാം, 505 ഇതിൽ ഏത് കൂട്ടിയാലാണ് 1000 കിട്ടുക, നോക്കുക. 505 ഇവിടെ 495 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, അത് ആഡ് ചെയ്താൽ എന്താണ്, നമുക്ക് 1000 കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കിട്ടും. ഇനി 999 ഇതിൽ ഏത് ആഡ് ചെയ്താലാണ് 1000 കിട്ടുക, 1 അല്ലേ. അപ്പോൾ ഇത് നെക്സ്റ്റ് നോക്കൂ, 750 ഏത് ആഡ് ചെയ്താലാണ് 1000 കിട്ടുക, നോക്കൂ, 250 അല്ലേ. അപ്പോൾ ഇത് നെക്സ്റ്റ് നോക്കൂ, 919 എന്ത് ആഡ് ചെയ്താലാണ് 1000 കിട്ടുക, 10 അല്ലേ. ഓക്കെ, ഇനി 900 എന്ത് ആഡ് ചെയ്താലാണ് 1000 കിട്ടുക, 100 അല്ലേ. 900 + 100 ആണിത് 1000. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ജസ്റ്റ് 1 more, ഒന്നും കൂടി ചേർത്താൽ എന്നുള്ളതാണ് അല്ലേ. വാട്ട്സ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്, എന്താണ്, ഈ അബാക്കസിൽ കാണിക്കുന്ന നമ്പർ ഏതാണ്. ഇഫ് വി ആഡ് 1 more, ഒന്നും കൂടി ആഡ് ചെയ്യുകയാണെങ്കിലോ എന്ത് കിട്ടും അല്ലേ. ഡ്രോ ദീസ് നമ്പർ ഇൻ ദ അബാക്കസ്, ഇതിൽ അബാക്കസിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അബാക്കസിലെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ അബാക്കസിലെ സംഖ്യ എത്രയാണ് നോക്കിയേ, എണ്ണിയൊക്കെ. അപ്പോൾ അതിവിടെ എഴുതുക, 100ൻ്റെയും 10ൻ്റെയും 1ൻ്റെ ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഒന്നും കൂടി കൂട്ടിയാലോ എന്ന് ചോദിച്ചിട്ടില്ലേ. ഈ സംഖ്യ അബാക്കസിൽ വരയ്ക്കാനും പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നമ്പർ എത്രയാണെന്ന് എണ്ണിയൊക്കെ. അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 100ൻ്റെ സ്ഥാനത്ത് എത്രയുള്ളത്, 9 ആണ് അല്ലേ. അപ്പോൾ 9. ഇനി ഓക്കെ, 9 ആണ് അല്ലേ. ഓക്കെ, ഇനി നോക്ക്, 10ൻ്റെ സ്ഥാനത്ത് എത്രയാണ്, 9 ആണുള്ളത് അല്ലേ. 1ൻ്റെ സ്ഥാനത്ത് എത്രയുള്ളത്, 9 ആണ് അല്ലേ. ഓക്കെ, ഇനി ഇതിനോട് ഒന്നും കൂടി ആഡ് ചെയ്താലോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ 999 + 1 എത്രയാണ്, 999 + 1 എത്രയാണ്, 1000 അല്ലേ. അപ്പോൾ 1000. ഓക്കെ, 1000. ഓക്കെ, 1000. ഇനി നോക്കൂ, ഇത് അബാക്കസിൽ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ നമ്പർ അബാക്കസിൽ ചേർക്കാൻ. അപ്പോൾ നമുക്ക് എന്താ, 1000ൻ്റെ അവിടെ ഓൺലി എന്ത് കൊടുക്കുക, ഒരു ദം കൊടുക്കുക അല്ലേ, ഒരു മുത്ത് കൊടുക്കുക. ബാക്കിയുള്ളടത്ത് വേണോ, വേണ്ട അല്ലേ. അപ്പോൾ 1000 എന്നാണ് കേട്ടോ ഇതിൻ്റെത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, പസിൽ കോർണർ ആണ് കേട്ടോ. ഹു ആമൈ, ഞാൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 bead in the abacus, എന്താണ്, അബാക്കസിൽ ഒറ്റ മുത്തേ ഉള്ളൂ. ലാർജർ ദാൻ ദ ലാർജസ്റ്റ് 3 digit നമ്പർ, എന്താണ് ലാർജസ്റ്റ് 3 digit നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, വലിയ 3 അക്ക നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 999 അല്ലേ, 999 ആണ് അല്ലേ. ഹു ആമൈ, ഞാൻ ആരാണ്. വിച്ച് ഈസ് മൈ പൊസിഷൻ ഇൻ ദ അബാക്കസ്, എൻ്റെ പൊസിഷൻ അബാക്കസിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അബാക്കസിൽ ഒരു മുത്ത്, ഒറ്റ മുത്തേ ഉള്ളൂ അല്ലേ. പിന്നെ ഏറ്റവും വലിയ 3 അക്ക സംഖ്യയേക്കാൾ വലിയ ഏറ്റവും 3 അക്ക സംഖ്യ അറിയാതെ 999 അല്ലേ. അതിൻ്റെ ഒന്ന് കൂടി എത്രയാണ്, 1000 അല്ലേ. ഞാൻ ആരാണ്. അപ്പോൾ എത്ര, അബാക്കസിൽ എൻ്റെ സ്ഥാനം ഏതാണ് അല്ലേ, 1000 അല്ലേ, 1000 ഒരു മുത്ത് അല്ലേ. ഓക്കെ, അപ്പോൾ ആരാണ്, 1000 ആണ് കേട്ടോ, 1000 ആണ് കേട്ടോ. ഓക്കെ, 1000. ഓക്കെ, ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നോക്കുക, എന്താണ് അടുത്തത് നോക്കിയേ. പെട്രോൾ പമ്പാണ് അല്ലേ. കാർസ് ഇൻ ദ റേസ് ഫീൽഡ് പെട്രോൾ ഫോർ 1000 rupees, എന്താണ്, ഇവിടെ കാറിൽ പെട്രോൾ അല്ലേ, കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കാറുകൾ എന്താണ്, ഓരോന്നും 1000 രൂപയ്ക്ക് പെട്രോൾ നിറച്ചു. ഓക്കെ,
പെട്രോൾ പമ്പിൽ നിന്ന് അവരെന്താക്കി 1000 രൂപക്ക് നിറച്ചില്ലേ. ടോട്ടോ കാർ 100 രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത്. അപ്പോൾ എത്ര നോട്ടുകളുണ്ട്? ടോട്ടോ കാർ 1000 റുപ്യക്കാണ് അടിച്ചത്. അപ്പോൾ എന്താണ് എത്ര നോട്ട് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞല്ലേ. 100 റുപ്യേൻ്റെ നോട്ടാണ് കൊടുത്തത്. അപ്പോൾ 10 എണ്ണാണ് എന്താണ് ഈ ടോട്ടോ കാർ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ദെൻ ടോമോ കാറോ 10 ആട്ടത്. ടോമോ കാർ 10 രൂപയുടെ ഒരു കെട്ട് നോട്ടാണ് കൊടുത്തിരിക്കുന്നത്. എത്ര നോട്ടുകൾ? അപ്പോൾ 10 രൂപേൻ്റെ നോട്ടാണ് എന്താക്കുന്നത് ഈ ടോമോ കാർ കൊടുത്തത് അല്ലേ. അപ്പോൾ 1000 റുപ്യക്കാണല്ലോ അടിച്ച്. അപ്പോൾ എത്ര നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവുക? 100 നോട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കൂ. ബഗ്ഗി കാർ 1 രൂപ നാണയങ്ങളാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ എത്ര നാണയങ്ങൾ കൊടുത്തിട്ടുണ്ടാവും? 1 രൂപ നാണയമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 1000 ആവാൻ എത്രയാണ്? 1000 നാണയങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 1000 എഴുതാം കേട്ടോ. 1000. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയാൽ എന്താണ്? അത് എഴുതുക കേട്ടോ. കാർ റേസ് ആണ് കേട്ടോ. ദ കാർ റേസ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ കാർ റേസ് സർക്യൂട്ട്. 1000 points are got for finishing each round. The number of rounds completed by each car is given below. Calculate their point. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാറോട്ട മത്സരമാണ് അല്ലേ. റേസ് സർക്യൂട്ടിൽ കാറുകളുടെ മത്സരയോട്ടം നടക്കുകയാണ് അല്ലേ. ഒരു റൗണ്ട് കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടും. ഓക്കെ. ഒരു റൗണ്ട് കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടും. ഓരോ കാറും ഓടിത്തീർത്ത റൗണ്ടുകൾ നൽകിയിരിക്കുന്നു. പോയിന്റ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ കാർ മിക്കീൻ്റെ തന്നിട്ടുണ്ട് കേട്ടോ. അല്ല സ്കൈ ബി, ബഗ്ഗി, ആൽഫ, ടോമോ, ഫ്ലോറ, ഫ്രെഡി, സ്പീഡി, ടോട്ടോ, ബോണില്ല ഒക്കെ എത്ര ഇതാണ്? എത്ര റൗണ്ട് കഴിഞ്ഞു? ഒരു റൗണ്ടിനാണെങ്കിൽ 1000 ആണ് അല്ലേ. 4 റൗണ്ടിനാണെങ്കിൽ 4000, 7 റൗണ്ടാണെങ്കിൽ 7000 അല്ലേ. അതങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാൻ നോക്കാം. അപ്പം മിക്ക ഒരു റൗണ്ടാണല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക അവിടെ ഒരു റൗണ്ട് ആകുമ്പോൾ പോയിന്റ് എത്രയാണ്? 1000 ആണ് അല്ലേ. അപ്പോൾ 1000 എന്ന് എഴുതുക. ഓക്കെ. 1000 എഴുതി അല്ലേ. ഇനി എന്താണ് സ്കൈ ബി എന്താണ് എത്ര റൗണ്ടാണ്? സ്കൈ ബി കാർ 5 റൗണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 5000 അല്ലേ. 5000 എന്ന് എഴുതുക കേട്ടോ. എത്രയാണ്? 5000. ഓക്കെ. അടുത്ത ആരാണ്? അടുത്ത് ബഗ്ഗിയാണ്. എത്ര റൗണ്ടാണ്? 3 റൗണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക 3 റൗണ്ട് ആകുമ്പോൾ 3000 അല്ലേ. ഓക്കെ. 3000 ആണ് എന്താക്കുന്നത് അടുത്ത റൗണ്ട് വരുന്നത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് നോക്കുക. ആൽഫ കാർ എത്രയാണ്? ആൽഫ കാർ 6 റൗണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് 6000 അല്ലേ. 6000 കൊടുക്കുക. 6000 കൊടുക്കില്ല. 6000 ആണ് പോയിന്റ് അല്ലേ. എന്താണ് അടുത്തത്? ടോമോ കാർ എത്രയാണ്? 7 ആണ് അല്ലേ. അപ്പോൾ 7 റൗണ്ട് ആകുമ്പോൾ എത്രയാണ്? 7000 അല്ലേ. 7000 ആണ് കേട്ടോ. അപ്പോൾ 7000 കൊടുക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ്? ഫ്ലോറ കാർ എത്രയാണ്? 4 റൗണ്ടാണ് അല്ലേ. അപ്പോൾ 4000 ആണ് അല്ലേ. അപ്പോൾ അവിടെ അത് എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നോക്കൂ. ഫ്രെഡി കാർ 8 ആണ് അല്ലേ. അപ്പോൾ 8 റൗണ്ടാണ് അല്ലേ. അപ്പോൾ 8000, 8000. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. അടുത്തത് സ്പീഡി കാർ ആണ് അല്ലേ. സ്പീഡി കാർ 9 റൗണ്ട് അല്ലേ. അപ്പം 9000 അല്ലേ. നോക്കൂ. ടോട്ടോ കാർ ഇനി എത്രയാണ്? ടോട്ടോ കാർ 10 റൗണ്ട് അടിച്ചു അല്ലേ. അപ്പം 10,000 ആണെന്ത് ടോട്ടോ കാർ ഇതാക്കിയിരിക്കുന്നത് അല്ലേ. 10,000. ഇനി ബോണി കാർ ആണെങ്കിലോ? ബോണി കാർ ആണെങ്കിൽ എത്രയാണ്? 2 ബോണി കാർ എത്രയാണ്? 2 റൗണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ബോണി കാറിന് എന്താണ് കൊടുക്കുന്നത്? 2 റൗണ്ട് ആകുമ്പോൾ 2000 അല്ലേ. അപ്പോൾ 2000 കൊടുക്കുക. ഓക്കെ. മനസ്സിലായല്ലോ. ഒരു റൗണ്ടിന് 1000 പോയിന്റ് ആണെങ്കിൽ എന്താണ് ഓരോന്നിനും എന്താണ് 5 റൗണ്ട് ആണെങ്കിൽ 5000, 5000. 3 റൗണ്ട് ആണെങ്കിൽ 3000 അല്ലേ. 10 റൗണ്ട് ആണെങ്കിൽ എത്രയാണ്? 10,000. മനസ്സിലായല്ലോ അല്ലേ. 10000. ബോണിക്ക് 2 റൗണ്ടാണ്. അപ്പോൾ എന്താണ് 2000 അല്ലേ. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. ഇനി അടുത്ത എന്താ? According to the points got by car, write their names in order. Write them in different ways അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവരുടെ കാർ ഇപ്പം എന്താണ് കിട്ടിയ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ കാറുകളെ ക്രമപ്പെടുത്തിയിട്ട് നോട്ട്ബുക്കിൽ എഴുതാനാണ്. എങ്ങനെയൊക്കെ ക്രമപ്പെടുത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാറുകളെ ക്രമപ്പെടുത്താൻ എന്താണ് പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്രമപ്പെടുത്താം അല്ലേ. ഒന്നുകിൽ വലുതെന്ന് ചെറുതിലേക്കാക്കുക, അല്ലെങ്കിൽ ചെറുതെന്ന് വലുതിലേക്കാക്കുക അല്ലേ. അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പാരതാണ്? ഏറ്റവും കുറേ പോയിന്റ് കിട്ടിയാൽ 10,000 ടോട്ടോ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? ടോട്ടോ എന്ന് ആദ്യം എഴുതാം അല്ലേ. ടോട്ടോ. പിന്നെ അടുത്ത ആളാരാണ്? ടോട്ടോ. പിന്നെ എന്താണ്?
ഓക്കെ, ടോട്ടോ അതിൻ്റെ പിന്നെ അതിൻ്റെ ചെറുത് ഏതാണ് 9000 സ്പീഡി ആണ് അല്ലേ. അപ്പോൾ സ്പീഡി എന്ന് എഴുതുക കേട്ടോ. സ്പീഡി. പിന്നെ അടുത്ത ആരാണ്? സ്പീഡി. സ്പീഡി. പിന്നെ ആരുതാ അടുത്തത്? സ്പീഡി കഴിഞ്ഞിട്ട് ഫ്രെഡി ആണ് കേട്ടോ. അപ്പോൾ ഫ്രെഡി എന്ന് എഴുതുക. ഓക്കെ, ഫ്രെഡി. ഫ്രെഡി. പിന്നെ അടുത്ത ആരാണ് ഫ്രെഡി കഴിഞ്ഞിട്ട്? 8ൻ്റെ കുറവ് ഏതാ? 7 അല്ല, ടോമോ കേട്ടോ. ടോമോ എന്ന് എഴുതുക. ഓക്കെ, ടോമോ കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? ടോമോ കഴിഞ്ഞ ആൽഫയാണ്. പിന്നെ ഏതാണ്? 6000. 6000ത്തിന് കുറവുള്ള 5000 നോക്കൂല്ല അല്ലേ? 4 അല്ലേ? സ്കൈ ബി അല്ലേ? സ്കൈ ബി ആണ്. സ്കൈ ബി കഴിഞ്ഞിട്ട് പിന്നെ 4000ൻ്റെ ഫ്ലോർ ഉണ്ട്. പിന്നെ അതാ 3000ൻ്റെ ബഗ്ഗി ഉണ്ട്. പിന്നെ 2000ൻ്റെ ബോണി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മിക്കി ഉണ്ട് അല്ലേ? അതൊക്കെ എഴുതുക. അപ്പോൾ എന്താണ്? ഫസ്റ്റത്തെ ടോട്ടോ ആണ്. പിന്നെ എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ടോട്ടോ അല്ലേ? വലുതെന്ന് ചെറുതായിക്കാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ടോട്ടോ, പിന്നെ സ്പീഡി, ഫ്രെഡി, ടോമോ, ആൽഫ, സ്കൈബി, ഫ്ലോറ, ബഗ്ഗി, ബോണി, മൈക്കി അല്ലേ? അല്ലെങ്കിൽ എന്താക്കുക? ചെറുതെന്ന് വലുതിലേക്കും എഴുതുക, വലുതെന്ന് ചെറുതിലേക്കും വരാം. അപ്പോൾ വലുതെന്ന് ചെറുതിലേക്കാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചെറുതെന്ന് വലുതിലേക്ക് എഴുതണമെങ്കിൽ ആദ്യം എഴുതാ കുറവുള്ള എഴുതാ മൈക്കിയാണ് അല്ലേ? മിക്കിയാണ്. അപ്പോൾ മിക്കി ആദ്യം എഴുതുക. പിന്നെ ബോണി, ബഗ്ഗി, ഫ്ലോറ, സ്കൈബി, ആൽഫ, ടോമോ, ഫ്രെഡി, സ്പീഡി, ടോട്ടോ അല്ലേ? അങ്ങനെയൊക്കെ എഴുതുക കേട്ടോ. ഓക്കെ. മക്കളെ ഇവിടെ എന്താ? ലെറ്റ്സ് ക്ലൈംബ് അപ്പ്. നമുക്ക് പടി കയറാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? റൈറ്റ് ദ നമ്പേഴ്സ് ഓൺ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പത്തും നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇവിടെ 1000 ആണെങ്കിൽ 1000 അല്ലേ? അപ്പോൾ 2 കള്ളിൻ്റെ ഇവിടെ. അപ്പോൾ 2000 ഇവിടെ എഴുതണം കേട്ടോ. 2000 എഴുതുക. അപ്പോൾ 2000 അല്ലേ? ഇനി 3 കള്ളിൻ്റെ ഇവിടെ. അപ്പോൾ 3000 അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? 3000 എഴുതുക കേട്ടോ. നമുക്ക് 3000 എഴുതുക. ഇനി ഇവിടെ എന്താക്കണോ? ഇവിടെ 4 കള്ളിയുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1000 1000 1000 1000 എഴുതുക കേട്ടോ. 1000 1000 1000 എഴുതുക. ഇവിടെയൊക്കെ എന്താക്കുക? 1000 1000 അങ്ങനെ ഇവിടെയൊക്കെ എഴുതുക. 1000കൾ കേട്ടോ. 1000ങ്ങൾ ഇവിടെയൊക്കെ എഴുതുക. എന്നിട്ട് ഓരോ സ്റ്റെപ്പിൽ എന്താണ്? ഇവിടെ എത്ര 1000 ഉണ്ടെന്നുണ്ട്. ഇവിടെ 1 2 3 3000 ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കുക? 3000 അല്ലേ? 3000 എഴുതുക. 3000 എഴുതുക. ടീച്ചർ എഴുതിയാൽ എന്താവും? അവിടെ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇത് 3000 ആണ് കേട്ടോ. 3000. ഇനി ഇവിടെ ഇവിടെ 1000 എഴുതുക. ഇവിടെ 1000 എഴുതുക. ഇവിടെ 1000 എഴുതുക. ഇവിടെ 1000 എഴുതുക കേട്ടോ. എഴുതുക. ഇനി ഇവിടെ എന്താണ്? അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി എത്ര? 4000 ആണ് കേട്ടോ. അപ്പോൾ 4000 അല്ലേ? 4 പിന്നെ 0 ഇട്ട് കൊടുക്കുക കേട്ടോ. 1000ന് 0 ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കുത്തായിട്ട് കൊടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ സ്ഥലം കൊള്ളൂല കേട്ടോ. നെക്സ്റ്റ് നോക്കും. ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000. അപ്പോൾ എത്ര 1000? 5000 അല്ലേ? അപ്പോൾ ഇവിടെ 5 ഇട്ടിട്ട് 3 0 ഇട്ട് കൊടുക്കുക കേട്ടോ. 3 0 കണ്ടോ? ടീച്ചർ ഇട്ടാൽ എന്താ? ഫുള്ളായി പോകും. അതുകൊണ്ടാണ് കുത്തുന്നത്. ഇനി ഇവിടെ 1000 എഴുതുക. ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000 ഇവിടെ 1000. അപ്പോൾ എത്ര? 6 എണ്ണായില്ലേ? അപ്പോൾ 6000 അല്ലേ? ഇനി ഇവിടെ 1000 ഇവിടെ 1000 ഒക്കെ എഴുതുക. അപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ ഇവിടെ 7000 എഴുതുക കേട്ടോ. 7000 എഴുതുക. ഓക്കെ, നിങ്ങൾ കുത്തിടരുത്. അവിടെ 0 ഇട്ട് കൊടുക്കണേ. 3 0 1000ൻ്റെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ 1000 എഴുതുക. ഇവിടെ 1000 എഴുതുക. ഇവിടെ ഒക്കെ 1000 എഴുതുക. ഇങ്ങോട്ട് എത്ര 1000 ഉണ്ട്? നമുക്ക് 8 എണ്ണം അല്ലേ? അപ്പോൾ ഇവിടെ 8000 എഴുതുക കേട്ടോ. 8000. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒക്കെ 1000 എഴുതുക. അവിടെ ഇപ്പോൾ എത്ര എണ്ണിയൊക്കെ 9 എണ്ണം ഉണ്ടല്ലേ? അപ്പോൾ 9000 എഴുതുക. ഓക്കെ, 9000 എഴുതുക. ഇനി ഇവിടെ ഒക്കെ 1000 എഴുതുക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് എന്ത് എഴുതുക? നമുക്ക് ഇവിടെ 10 അല്ലേ? 10 എണ്ണം ഉണ്ട്. എണ്ണിയൊക്കെ 1000 10 അല്ലേ? അവിടെ ഒക്കെ 1000 എഴുതണം. ഓക്കെ, അപ്പോൾ 10 പിന്നെ 10 ഇട്ടിട്ട് എന്താക്കുക? 10000 എഴുതുക. ഓക്കെ. ഓക്കെ, 10000 എഴുതുക. ഓക്കെ, എഴുതിയല്ലോ. ഇനി എന്താണ്? ഇവിടെ മൈക്കീൻ്റെ ആണ് ഫസ്റ്റത്തെ അല്ലേ? പിന്നെ ബോണിയാണ് 2000, ബഗ്ഗിയാണ് 3000 അല്ലേ? അങ്ങനെ ഫ്ലോറയാണ് 4000, സ്കൈബി, ആൽഫ, ടോമോ, ഫ്രെഡി, സ്പീഡി, ടോട്ടോ അല്ലേ? 10,000 ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഡ്രോ ദ പോയിന്റ് സ്കൈബി ഗോട്ട് ഇൻ ദ അബാക്കസ്. അപ്പോൾ ഈ അബാക്കസിൽ എന്താക്കാണ്? ഈ സ്കൈബി കാറിന് കിട്ടിയ പോയിന്റ് സ്കൈബി എന്താണ്? ഈ അബാക്കസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ്? സ്കൈബി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരയ്ക്കുകയാണ്. 5000 ചേർന്നാൽ 5000 5000 എന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്ക് 1000ൻ്റെ അവിടെ എന്താ? 5 ഇതിട്ട് കൊടുക്കണം കേട്ടോ. സ്കൈബിക്ക് കിട്ടിയത് 1. ഇവിടെ മുത്ത് വരയ്ക്കുക കേട്ടോ. ചെറിയൊരു വട്ടം വരയ്ക്കുക കേട്ടോ. 2
3 4 5 അല്ലേ? ഇതിലൊന്നും വേണ്ട അല്ലേ? അപ്പം 5000 ആണ് അല്ലേ? ഇനി 9000 ചേർന്ന അല്ലെ സ്പീഡി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരയ്ക്കുക. സ്പീഡി കാറിന് 9000 അല്ലേ? അപ്പോൾ 9000 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കണം? 1000ൻ്റെ അവിടെ 9 എണ്ണം നമ്മൾ വട്ടം വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 1 2 3 4 5 6 7 8 9 അല്ലേ? 9000 അല്ലേ? ഇവിടെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ 9000 കിട്ടി കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ, 10 of thousands make 10,000 അല്ലേ? വാട്ട് അബൌട്ട് 20 of 1000 എന്ന് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? 10,000 ചേരുമ്പോൾ എന്താണ്? 10,000 അല്ലേ? 10,000 എന്ന് പറയില്ലേ? 10,000 എന്നോ 10,000 എന്നോ 10,000 ചേരുമ്പോൾ പറയില്ല. 10 of 1000 മേക്ക് എത്ര? 10,000 കേട്ടോ. അങ്ങനെയാണെങ്കിൽ 20,000 ചേരുമ്പോൾ 20,000 എന്ന് പറയാം അല്ലേ? 20,000 അല്ലേ? 20,000 എന്നും പറയും, 20,000 അല്ലേ? 20,000 കേട്ടോ. 20 എന്ന് പറഞ്ഞാൽ 20 of 1000 എന്ന് പറഞ്ഞാൽ എത്ര? 20 ചെയ്ത് പിന്നെ ഈ 1000. ഇപ്പോൾ 20,000. ദെൻ നെക്സ്റ്റ് നോക്കൂ, റൈറ്റ് ദ സംസ്. ഇത് സമ്മ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ 10 ആണ്. 5 + 5 6 + 4 7 + 3 അല്ലേ? അതൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ 10 ആണ് കിട്ടുക അല്ലേ? അതേപോലെ 100 50 + 50. അപ്പോൾ ഇവിടെ ഒക്കെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ള എഴുതുക. 1000ൻ്റെ അതേപോലെ 10,000ൻ്റെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, അപ്പം 5 + 5 അല്ലേ? 5 + 5 10 ആണ് അല്ലേ? 6 + 4 10 ആണ്. ഇനി 7 + 3 എന്താണ്? 10 ആണ് അല്ലേ? ഇനി അവിടെ എന്താ? 5 6 7 ഇനി 8 ആയിരിക്കും അല്ലേ? 8 + ഇവിടെ എന്താണ്? കുറഞ്ഞു വരിക അല്ലേ? അപ്പോൾ 8 + 2 എത്ര? 10. അടുത്ത 9 + 1 10. ഓക്കെ, അതേപോലെ 100ൻ്റെ അല്ലേ? 5 + 5 അല്ലേ? അപ്പോൾ 50 + 50 100. ഇനി ഈ ഇതിന് കൊടുത്തിട്ട് 1000 ആണെങ്കിലോ 500 + 500 1000. 10000 ആണെങ്കിലോ 5000 + 5000 10000 അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ. അത് കണ്ടോ? 8 + 2 1 + 9 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 6 + 4 ആണല്ലോ. അപ്പോൾ 6 + 4 എത്രയാണ്? 10 ആണല്ലേ? അപ്പോൾ 16 + 40 എത്രയാണ്? 100 അല്ലേ? ഇനി 600 + 400 1000. ഇനി 6000 + 4000 എത്രയാണ്? 10,000 അല്ലേ? 10,000 ആണ് അല്ലേ? ഇനി 7 + 3 അല്ലേ? ഇനി എന്താണ്? ഓരോന്നിനും 0 ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ 70 + 30. ഓക്കെ, അത് 100 ആണ് അല്ലേ? ഇനി 700 + 300 1000 ആണ്. 7000 + 3000 എത്രയാണ്? 10,000. നെക്സ്റ്റ് 8 + 2 ആണല്ലോ. അപ്പോൾ 80 + 20 അല്ലേ? അപ്പോൾ 100 ആണ്. 800 + 200 എത്രയാണ്? 1000 ആണ്. 8000 + 2000 എത്രയാണ്? 10,000. ദെൻ 1 + 9 10 അല്ലേ? ഇനി 10 + 9 എത്ര? 90 എത്രയാണ്? 100 അല്ലേ? 100 + 900 എത്രയാണ്? 1000 ആണ്. 1000 + 9000 എത്രയാണ്? 10,000. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്പീഡോമീറ്റർ ആണ് കേട്ടോ. ബിഫോർ ദ റേസ് ടോട്ടോ കാർ ഹാഡ് ഡൺ 1000 kilometers. 1 lap of the race is 1 kilometer. എന്താണ് സ്പീഡോമീറ്റർ? കാറോട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോ 1000 kilometer ആണ് ഓടിയില്ല. 1000 kilometer ആണ് ഓടി. കണ്ടോ? ഇവിടെ നോക്കിയാൽ ഇവിടെ 1000 കണ്ടോ? സ്പീഡോമീറ്ററിൽ കണ്ടിട്ടില്ലേ? മത്സരത്തിൽ ഒരു ലാപ്പ് 1 kilometer ആണ് കേട്ടോ. അപ്പോൾ ഒരു ലാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 1 kilometer ആണ്. അപ്പോൾ ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്? ഈ കംപ്ലീറ്റ് ദ ടേബിൾ നോക്കൂ. ലാപ്പ് 1 ആണെങ്കിൽ എന്താണ്? 1000 1 ഇതാക്കിയാൽ 1001 അല്ലേ? 2 ആണെങ്കിൽ 1000 + 2 1002 അല്ലേ? ഇനി 3 ആകുമ്പോൾ 1000 + 3 1003 അല്ലേ? 1003. ഇനി 4 ആണെങ്കിലോ 1000 + 4 എത്ര? 1004. അങ്ങനെ 1 2 3 4 എന്നുള്ളത് എഴുതിയിട്ട് ഇവിടെ എന്താക്കുക? എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ്? ലാപ്പ് 3 അല്ലേ? അതിലെന്താണ്? 1000 + 3 1003. 4 ആണെങ്കിൽ ലാപ്പ് 4 ആകുമ്പോൾ 1000നോട് 4 കൂട്ടുക. അപ്പോൾ 1004 അല്ലേ? 5 ആണെങ്കിൽ ലാപ്പ് 5 ആണെങ്കിൽ 1000 + 5 1005. 6 ആണെങ്കിൽ 1000 + 6 1006. 7 ആണെങ്കിൽ എന്താണ്? 1000 + 7 1007. അങ്ങനെ പോവാം അല്ലേ? ഇനി എന്താണ്? വാട്ട് വിൽ ബി ദ സ്പീഡോമീറ്റർ റീഡിങ് ആഫ്റ്റർ 11 ലാപ്പ് അല്ലേ? 11 ലാപ്പ് ആകുമ്പോൾ സ്പീഡോമീറ്ററിൽ എത്രയായിരിക്കും? നമുക്ക് 11 വരെ കൂട്ടിപ്പോവാം അല്ലേ? അപ്പോൾ 1000 + 11 എത്രയാണ്? എത്ര വരും നമുക്ക്? 1000 + 11 അല്ലേ? 1000 + 1000 + 11 എത്രയാണ്? 1011 അല്ലേ? അപ്പോൾ 1011 പറയും അല്ലേ? ഇനി ആഫ്റ്റർ 15 ലാപ്പ് ആണെങ്കിലോ 1000 + 15. ഓക്കെ, ഇനി ആഫ്റ്റർ 25 ലാപ്പോ 1000 + 25 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇവിടെ 1015 കിട്ടും. പിന്നെന്താണ്? 25 ലാപ്പാണ് 1025 അല്ലേ? 1015 കിട്ടും. ഇവിടെ 1025 അല്ലേ? അപ്പോൾ 25 ലാപ്പിന് ശേഷമാണെങ്കിൽ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കൂ. റൈറ്റ് ഡ്രോ ആൻഡ് റീഡ് ആണ് കേട്ടോ. എഴുതാം, വരയ്ക്കാം, വായിക്കാം എന്നുള്ളതാണ് അല്ലേ? എഴുതാം, വരയ്ക്കാം, വായിക്കാം. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയാൽ ഇവിടെ 1001 അല്ലേ? അപ്പോൾ ഇത് നമ്മളിങ്ങനെ റീഡ് ചെയ്യുക. 1000 എഴുതുക അല്ലേ? 1001 അല്ലേ? 1001.
പിന്നെ നമ്മൾ നോക്കിയത് എങ്ങനെ എഴുതുന്നത് നോക്കിയാൽ 1000 പിന്നെ 1 അല്ലേ. അപ്പോൾ 1001 അല്ലേ. അപ്പോൾ 1001 നമുക്ക് എന്താക്കുക, ഇങ്ങനെ എഴുതുക, നമ്പറിൽ എഴുതുക അല്ലേ. 1001 അപ്പോൾ 1001 അല്ലേ. 1001 ഇനി എന്താ നോക്കിയാൽ അവിടെ 1000 അബാക്കസ് 1000ൻ്റെ ആ ഭാഗത്ത് ഒറ്റൊന്ന് മതി അല്ലേ. അതുപോലെ 1ൻ്റെ അവിടെ 1, ഇതാണ് 1001 അല്ലേ. ഇനി രണ്ടാമത്തെ നോക്കൂ 1002 ആണ് അല്ലേ. അപ്പോൾ 1002 അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്ക് എഴുതാം, പിന്നെ 1002 ഇങ്ങനെ എഴുതുക, അബാക്കസ് എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ കണ്ടോ, 1000ഉം 1ഉം എന്താണ് 1001 എന്നൊക്കെ ഇങ്ങനെ എഴുതുക അല്ലേ. പിന്നെ 1000ഉം 2ഉം ആണ് എന്ത് 1002 എന്ന് പറയുമ്പോൾ അല്ലേ 1002. അപ്പോൾ 1000ൻ്റെ അവിടെ 1001 ആണെങ്കിൽ 1000ൻ്റെ അവിടെ 1ഉം 1ൻ്റെ അവിടെ 1ഉം ആണ് അല്ലേ. ഇനി 1002 ആണെങ്കിൽ 1000ൻ്റെ അവിടെ ഒരു മുത്തും അതുപോലെ 1ൻ്റെ അവിടെ 2 മുത്തും അല്ലേ. ഇനി അടുത്ത എന്താ 1004 ആണ് അല്ലേ. അങ്ങനെ ഓരോന്നായിട്ട് എഴുതുകയാണ് വേണ്ടത്. നോക്കൂ അപ്പോൾ നമുക്ക് എന്താണ് 1002 ഇങ്ങനെ ഇല്ല, 1002 ഇങ്ങനെ എഴുതുക 2 അല്ലേ. പിന്നെന്താണ് നോക്കൂ ഇവിടെ 1000 ആവട്ടെ കേട്ടോ, 1002 അല്ലേ. അപ്പോൾ 1002 അപ്പോൾ 1002 ഇങ്ങനെ എഴുതുക. പിന്നെ അബാക്കസ് 1000 അവിടെ 1ഉം 1ൻ്റെ അവിടെ 2 അല്ലേ. ഇനി 1004 ആണ് അല്ലേ, 1000ഉം 4ഉം അല്ലേ. അപ്പോൾ 1004 ആണിത് അല്ലേ. അപ്പോൾ 1000ഉം 4ഉം 1004 അല്ലേ. ഈ 1004 എന്ന് എഴുതുക, 1004 നമ്പറിലാക്കി എഴുതും. ഇനി എന്താണ് 1000ൻ്റെ അവിടെ 1ഉം പിന്നെ 4ൻ്റെ അവിടെ 1ൻ്റെ അവിടെ 4 എണ്ണവും അല്ലേ. ഇനി 1006 ആണ്. അപ്പോൾ 1000 അല്ലേ, പിന്നെ എന്താണ് 6 അല്ലേ, 1006 എന്ന് എഴുതുക. 1006 1006 അല്ലേ. ഈ 1000ൻ്റെ അവിടെ 1ഉം 1ൻ്റെ അവിടെ 6 മുത്തുകളാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഈ അബാക്കസിൽ TH എന്ന് പറഞ്ഞാൽ 1000 ആണ്, H എന്ന് പറഞ്ഞാൽ 100 ആണ്, T എന്ന് പറഞ്ഞാൽ 10 ആണ്, 1 O എന്ന് പറഞ്ഞാൽ എന്താ 1. ഇനി നെക്സ്റ്റ് എന്താ 1005 ആണ് അല്ലേ. അപ്പോൾ 1000ഉം 5ഉം 1005 അല്ലേ. അപ്പോൾ 1005 1005 അല്ലേ. 1000ൻ്റെ അവിടെ 1ഉം പിന്നെ 1ൻ്റെ അവിടെ 5 മുത്തുകളുമാണ് അല്ലേ. ഇനി 1009 ആണ്, 1009 എന്ന് എഴുതുക. ഈ 1009 അല്ലേ, 1009 എന്ന് എഴുതുക, 1009 അല്ലേ. അപ്പോൾ 1000ൻ്റെ അവിടെ എന്താണ് ഒരു മുത്തും അതുപോലെ 1ൻ്റെ അവിടെ എത്ര 9 മുത്തുകളും വേണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് 1007 ആണ് കേട്ടോ. അപ്പോൾ 1007 ഓക്കെ. 1007 എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ, 1000ഉം 7ഉം 1007 അല്ലേ. ഈ 1007 എന്ന് എഴുതാം. ഇനി 1007 എന്ന് എഴുതുക. 1000ൻ്റെ അവിടെ ഒരു മുത്തും പിന്നെ 1ൻ്റെ അവിടെ 7 മുത്തുകളും. ഓക്കെ, നെക്സ്റ്റ് 1008 ആണ് കേട്ടോ. അപ്പോൾ 1008 എന്ന് എഴുതുക. ഇനി 1000 എന്ന് എഴുതുക, 8 എന്ന് എഴുതുക, പിന്നെ 1008 അത് ഇനി 1008 അല്ലേ. 1008 ഇങ്ങനെ എഴുതുക. നെക്സ്റ്റ് 1000ൻ്റെ അവിടെ ഒരു മുത്തും 1ൻ്റെ അവിടെ 8 മുത്തുകളാണ് വേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നോക്കൂ 1010 ആണ്. 1010 എഴുതുക. 1010 അല്ലേ. 1010 എന്നുള്ള ഇങ്ങനെ എഴുതിയിട്ട് 1010 ഇങ്ങനെ എഴുതുക. ഈ 1000ൻ്റെ അവിടെ 1 മുത്തും പിന്നെ 10 ആണല്ലോ, 10ൻ്റെ അവിടെ ഒരു മുത്തും കേട്ടോ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. മലയാളത്തിൽ എഴുതേണ്ടത് ഇങ്ങനെ എഴുതുക കേട്ടോ. 1000 ഒന്ന് കണ്ടല്ലേ, 1000ഉം 4ഉം 1004 എന്നുള്ളത് എന്താ 1000ഉം 4ഉം അല്ലേ. 1000ഉം 4 1004 പിന്നെന്താണ് 1004 എന്ന് എഴുതുക. പിന്നെ എന്താണ് 1000ൻ്റെ അവിടെ ഒരു മുത്തും 1ൻ്റെ അവിടെ 4 മുത്തു അല്ലേ. ആ എന്ന് പറഞ്ഞാൽ 1000, നൂ എന്ന് പറഞ്ഞാൽ 100, പ എന്ന് പറഞ്ഞാൽ 10, ഓ എന്ന് പറഞ്ഞാൽ 1 കേട്ടോ. പിന്നെ 1000ഉം 6ഉം അല്ലേ, 1000 6 എന്ന് പറഞ്ഞാൽ പിന്നെ 1000 6 1006 ഇങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, നോക്കൂ 1009 എന്ന് പറയുമ്പോൾ 1009 1009 1009 1009 ഇങ്ങനെ എഴുതുക. പിന്നെ 1000ൻ്റെ അവിടെ ഒരു മുത്തും 1ൻ്റെ അവിടെ 9 മുത്തും കേട്ടോ. പിന്നെ 1007 ഇങ്ങനെ എഴുതുക. 1008ഉം 1010 അല്ലേ. 1010 എന്ന് പറയുമ്പോൾ എന്താണ് 1000ഉം 10 അല്ലേ. അപ്പോൾ 1000ഉം 10 എഴുതുക. പിന്നെ 1010 ഇങ്ങനെ എഴുതുക. പിന്നെ 1000ൻ്റെ അവിടെ ഒരു മുത്തും 10ൻ്റെ അവിടെ ഒരു മുത്തും. ഓക്കെ, അപ്പോൾ അതാണ് 1010 അബാക്കസിൽ വരുന്നത് കേട്ടോ. ഇവിടെ തന്നിട്ടുള്ളത് ആ എന്ന് പറഞ്ഞാൽ 1000 ആണ്, നൂ എന്ന് പറഞ്ഞാൽ 100 ആണ്, പ എന്ന് പറഞ്ഞാൽ 10 ആണ്, ഓ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് നോക്കിയേ എന്താണ് കമ്പൈനിങ് വിത്ത് 1000 അല്ലേ. 1000നോട് 1000 ചേരുമ്പോൾ എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ 1000 + 100 1000 എന്താണ് 1100 അല്ലേ. 1000 ഈ 1000 + 10 എത്രയാണ് 1010 അല്ലേ. അപ്പോൾ 1010 1010 അല്ലേ. നോക്കിയേ 2000 + 200 എന്താ ഇവിടെ 2000ഉം 200 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ 2200. അപ്പോൾ 2200 എഴുതാം. അപ്പോൾ നോക്കൂ 2000 + 200 അല്ലേ. 2000 + 200 2200 ഇങ്ങനെ എഴുതുക. ഈ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താ 2200 എന്ന് കിട്ടും അല്ലേ. 2200 എന്ന് എഴുതുക.
നെക്സ്റ്റ് 3000 പ്ലസ് 40 ആണല്ലോ, അപ്പോൾ 3000ഉം 14ഉം ആണ് കേട്ടോ. അപ്പോൾ 3040 കണ്ടോ, ഇങ്ങനെ എഴുതുക കേട്ടോ, 3040 40 FORTY ആട്ടോ 40. ദെൻ നെക്സ്റ്റ് നോക്കൂ, 3000 പ്ലസ് 5 ആണ്, 3005. അപ്പോൾ 3005 ഓക്കെ. നെക്സ്റ്റ് എന്താണ്, 1000 പ്ലസ് 300 പ്ലസ് 30 അല്ലേ, 1330 ഇങ്ങനെ എഴുതുക. അപ്പോൾ 1330 അല്ലേ, അപ്പോൾ 1330 എഴുതുക. ദെൻ നെക്സ്റ്റ് നോക്കൂ, 5000 പ്ലസ് 30 പ്ലസ് 3 എങ്ങനെയാണ്, 5000ഉം 13ഉം 3ഉം അല്ലേ, അപ്പോൾ 5033 എന്ന് എഴുതുക. നെക്സ്റ്റ് 8000 പ്ലസ് 300 പ്ലസ് 3 അല്ലേ, 8300ഉം 3ഉം കേട്ടോ, അപ്പോൾ 8303 എന്ന് എഴുതുക. 8303 ഇങ്ങനെ എഴുതുക. നെക്സ്റ്റ് 6000 പ്ലസ് 700 പ്ലസ് 40 പ്ലസ് 8 അല്ലേ, അപ്പോൾ അതിങ്ങനെ എഴുതുക. അപ്പോൾ 6748 ഇങ്ങനെ അല്ലേ, അപ്പോൾ 6748 40 എന്നുള്ളത് FORTY കേട്ടോ, 48 കേട്ടോ. നെക്സ്റ്റ് എന്താ, മലയാളത്തിൽ ഇതാ 1000ഓട് ചേരുമ്പോൾ 1000 100 1000 200 1100 1100 1000 പ്ലസ് 10 1010 1010 അല്ലേ, 1010 ഇങ്ങനെ എഴുതുക. ഈ 2000 200 2000 200 2200 2200 3000 പ്ലസ് 40 3040 3040 3040 എന്ന് എഴുതുക. 3000 പ്ലസ് 5 3000 5 3005 അല്ലേ. ഓക്കെ. നെക്സ്റ്റ് എന്താ, 1000 300 30 അല്ലേ, അപ്പോൾ 1000 300 30 എഴുതുക. 1330 എഴുതുക. 500 പ്ലസ് 30 പ്ലസ് 3 അല്ലേ, അപ്പോൾ ഇങ്ങനെ എഴുതുക. 5033 അല്ലേ, 5033. 8000 പ്ലസ് 300 പ്ലസ് 3 അല്ലേ, അപ്പോൾ 8303. ഈ 6000 പ്ലസ് 700 പ്ലസ് 40 പ്ലസ് 8 അല്ലേ, അപ്പോൾ 6748 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താ, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 1000 to 1200 അല്ലേ, 1000 മുതൽ 1200 വരെ എത്ര സംഖ്യകൾ ഉണ്ട് ചോദിച്ചു അല്ലേ. അപ്പോൾ എത്രയാണ്, 200 സംഖ്യകളാണ് കേട്ടോ, 200 സംഖ്യകൾ. ഓക്കെ. എന്താണ് മലയാളത്തിൽ വരിക, 1000 മുതൽ 1200 വരെ എത്ര സംഖ്യകളുണ്ട് അല്ലേ, അപ്പോൾ എത്രയാണ്, 200 സംഖ്യയാണ് ഉള്ളത് കേട്ടോ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ, നമ്പേഴ്സ് ആൻഡ് വേർഡ്സ് അല്ലേ, ഇവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അത് വേർഡ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എത്ര, 5250 അല്ലേ, അത് വേർഡ്സിൽ എങ്ങനെ എഴുതുക, 5250 നോക്കൂ. അപ്പോൾ 5250 എന്ന് എഴുതുക അല്ലേ. ദെൻ ഇതോ 7707 നിങ്ങൾ എഴുതിയില്ല, അപ്പോൾ 707 നിങ്ങൾ എഴുതുക കേട്ടോ, 7707 നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് 9018 കേട്ടോ, 9018. ഈ 9009 എന്ന് എഴുതുമ്പോൾ നമ്പേഴ്സ് ഇങ്ങനെ എഴുതുക കേട്ടോ, 9009 ഇങ്ങനെ എഴുതുക. ഈ നമ്പർ കാർഡ് എന്താണ്, സീ ദ നമ്പേഴ്സ് കാർഡ്, റൈറ്റ് ദ 4 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ദ, എന്താണ് നമ്പർ കാർഡാണ് അല്ലേ. അപ്പോൾ 4 ഡിജിറ്റ് തന്നുണ്ട് അല്ലേ, അതിനോട് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3581 ഈ നമ്പർ തന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കാം, 1നോട് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ, അപ്പോൾ ഇത്രയും നമ്പർ ഉണ്ടാക്കുക. 3നോട് സ്റ്റാർട്ട് ചെയ്ത് 3 നമ്പർ, 5നോട് സ്റ്റാർട്ട് ചെയ്ത് 3 നമ്പർ, 8നോട് സ്റ്റാർട്ട് ചെയ്ത് 3 നമ്പർ അല്ലേ. അപ്പോൾ ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5, അപ്പോൾ എത്ര നമ്പർ 5നോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 5 സ്റ്റാർട്ട് ചെയ്യുന്നു 5 ഇതാ 1 2 3 4 5 6 അല്ലേ, അപ്പോൾ 6 ഉണ്ടാവും. ഓക്കെ. Then 6 അല്ലേ. ദെൻ ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 in 10 അല്ലേ, അപ്പോൾ എത്രയാണ്, 10 ഇതിൽ 8 എത്ര എണ്ണം വരുന്നുണ്ട് നോക്കൂ. 10 ഇതിൽ 8 വരുന്നുണ്ടോ, 1 10 അല്ലേ, അതിലൊന്നുമില്ല, ഇതിലില്ല. ഇതിൽ നോക്ക് 1 2 പിന്നെ 10ലാണ് വരേണ്ടത് കേട്ടോ, 1 2 3 4 പറ്റൂല 5 6 അല്ലേ, 10സിൽ വരണം കേട്ടോ. 1 10 100 1000 അങ്ങനെയാണല്ലോ, അപ്പോൾ 6 എണ്ണമാണ് വരുന്നത് കേട്ടോ. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ നമ്പേഴ്സൊക്കെ എന്താക്കുക, സ്മോളസ്റ്റിൽ നിന്ന് എന്താക്കുക, ലാർജസ്റ്റിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി മലയാളത്തിൽ നോക്കുക, അക്കത്തിൽ 5250 അല്ലേ, 7707 ഇങ്ങനെ എഴുതുക. 918 എന്നുള്ള അല്ല 9018, പിന്നെ അത് 9009 ഇങ്ങനെ എഴുതുക കേട്ടോ.
ഇനി എന്താണ് സംഖ്യാ കാർഡുകൾ നോക്കുക, ഉപയോഗിച്ചുണ്ടാകുന്ന 4 അക്ക സംഖ്യകൾ ഇതുവരെ ഈ സംഖ്യാ കാർഡ് വെച്ചിട്ട് 4 അക്ക സംഖ്യകൾ എത്ര ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഉണ്ടാക്കുക അല്ലേ. 1 നമുക്ക് ഇങ്ങനെ തുടങ്ങാം, 3 5 8 അല്ലേ. ഇനി 5 തുടങ്ങുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ 5 തുടങ്ങുന്ന എവിടെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന 5 ഇതാണ് 5 തുടങ്ങുന്നത് അല്ലേ. അതൊക്കെ 5 തുടങ്ങുന്ന 1 2 3 4 5 6 അല്ലേ. ഈ 10ന്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര സംഖ്യകളുണ്ട്? 10ന്റെ സ്ഥാനത്ത് 8 വരുന്നത്. ഇതിൽ 10ന്റെ സ്ഥാനത്ത് ഏതവിടെ 5 3 8 അല്ലേ. 1 2 അല്ലേ. പിന്നെ അടുത്ത എന്താണ്? 3 4 ഇതിലുണ്ട്. 10ന്റെ സ്ഥാനത്ത് ഇല്ല. 5 6 വേറെ എവിടെയുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ 6 കേട്ടോ. സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതിക്കൂടെ? 1358 ഇതന്നെ ഇതില്ലേ. അപ്പോൾ അങ്ങനെ എഴുതുക കേട്ടോ നിങ്ങൾ ഇതേമാതിരി. ഇനി അടുത്ത റീഡിങ് നമ്പർ. എന്താണ്? നമ്പർ വായിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡി കാർസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് ഇൻ മഡ്. സ്പീഡി കാറിൻ്റെ നമ്പർ എന്താണ്? കവർ ഈ ചളിനോട് എന്തായി മറിഞ്ഞു പോയി അല്ലേ, കവർ ചെയ്തു പോയി അല്ലേ. അപ്പോൾ നമ്പർ നൗസ് ഇപ്പോൾ എന്താ കാണുന്ന നമ്പർ 9 ആണ് അല്ലേ. വെൻ ക്ലീൻഡ് എ ബിറ്റ്, കുറച്ച് ക്ലീൻ ചെയ്തപ്പോൾ ബാക്കി എന്താ കാണുന്നത്? 99 ആണ് കാണുന്നത് അല്ലേ. ഇനി ആഫ്റ്റർ ക്ലീനിങ് സം മോർ, കുറച്ചും കൂടി ക്ലീൻ ചെയ്തപ്പോൾ എത്രയാണ്? 999 അല്ലേ. ഇനി വെൻ ഓൾമോസ്റ്റ് ക്ലീൻ, അപ്പോൾ ഏകദേശം മൊത്തം ക്ലീൻ ആക്കിയപ്പോൾ 9999 ആണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സ്പീഡി കാറിൻ്റെ രജിസ്റ്റർ നമ്പർ ചെളി പുരണ്ട് മറിഞ്ഞിരിക്കുന്നു അല്ലേ. ഇപ്പോൾ കാണുന്ന നമ്പർ എത്രയാണ്? 9. കുറച്ച് സ്ഥലം വൃത്തിയാക്കിയപ്പോൾ 99, കുറച്ചും കൂടി വൃത്തിയാക്കിയപ്പോൾ എന്താ 999 അല്ലേ. മിക്ക ഭാഗവും വൃത്തിയാക്കിയപ്പോൾ 9999 അല്ലേ. ഇനി നോക്കിയേ, എന്തൊരു ചന്തം അല്ലേ. ഹൗ പ്രറ്റി. 9 + 1 എത്രയാണ്? 10 അല്ലേ. ഇനി 99 + 1 എത്രയാണ്? 99 + 1 എത്രയാണ്? 100 ആണ് അല്ലേ. 100 എന്ന് എഴുതുക. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, 999 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കൂട്ടിയാൽ എത്ര? 1000 ആണ് അല്ലേ. 1000. നെക്സ്റ്റ് നോക്ക്, 9999 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000. 10,000 ആണ് കേട്ടോ. 10,000. ഓക്കെ, 10,000 മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കൂ, ഇനി എന്താണ്? മഡ് റേസ് ആണ് കേട്ടോ. എന്താണ്? മഡ് റേസ് അല്ലേ. പ്ലേ മഡ് റേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് എന്താണ് മഡ് റേസ് കളിക്കാനാണ് പറയുന്നത്. യൂസ് ഡൈസ് വിത്ത് നമ്പേഴ്സ് 100 200 300 etc. 600. മൂവ് ദ കാർ ടു ദ നമ്പർ ത്രോൺ. If you land on a bridge, you can move across to go forward. If you land on a pit, you slide backwards. The first to reach 11,000 wins. എന്താ അവിടെ പറയുന്നത്? കൂട്ടുകാരുമായിട്ട് എന്താ മഡ് റേസ് കളിക്കാനാണ് പറഞ്ഞല്ലേ. 100 200 അങ്ങനെ 300 400 500 600 വരെ എഴുതിയ എന്താണ് ഡൈസ് ഉപയോഗിച്ചാണ് കളിക്കേണ്ടത്. ഓക്കെ. ഇനി എന്താണ്? ഡൈസ് വീഴുമ്പോൾ മുകളിൽ കാണുന്ന സംഖ്യയ്ക്ക് അനുസരിച്ച് കാറ് നിൽക്കുക. നമ്മൾ പാമ്പും കോണിയൊക്കെ കളിക്കുന്നില്ലേ, അതേമാതിരി ഇത് ഡൈസ് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഏത് നമ്പറാണ് വീണത് അതിനനുസരിച്ച് എന്താക്കുക, അത് കാറ് നീക്കാനാണ് പറഞ്ഞത്. പാലം വന്നാൽ പാലത്തിൽ കയറി മുന്നോട്ട് പോവുക. കുഴിയിൽ വീണ പുറകോട്ട് എത്തും കേട്ടോ. ആദ്യം 11,000-ൽ എത്തുന്ന ആൾ വിജയിക്കും. കണ്ടോ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റാർട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇതാണ് ഡൈസ് അല്ലേ. ഇതിങ്ങനെ ഇടുമ്പോൾ 400 എന്ന് പറയുമ്പോൾ എന്താ 400-ലെത്തുക. അങ്ങനെ ഓരോന്നായി പോവുക കേട്ടോ. കുഴിയിൽ വീണ എന്താണ് ബാക്കോട്ട് പോവുക, പാലത്തിലാണെങ്കിൽ മുന്നോട്ട് ഇങ്ങോട്ട് പോവുക. ഓക്കെ. ഈ പാഠത്തിലെ ആദ്യ പേജിലെ ചിത്രത്തിലെ അവസാനത്തെ 2 ബോർഡുകളിലെ ദൂരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പേജിലെ ആദ്യത്തെ പേജ് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കുക, ഇവിടെ 700 800 900 1000 അല്ലേ. 700 800 900 1000. ഇനി അടുത്ത് എന്താ വരിക? 100 കൂടി വരികയാണല്ലേ. അപ്പോൾ ഇവിടെ എത്ര വരും? 1100 അല്ലേ. 1100 എന്ന് വരും ഇവിടെ. ഓക്കെ, 1100. ദെൻ നെക്സ്റ്റ് ഇവിടെ എന്താ വരിക? ഇനി 100 കൂട്ടിയാൽ 1200 അല്ലേ. 1200 എന്ന് വരും കേട്ടോ. ഓക്കെ, 1200. ഓക്കെ. നെക്സ്റ്റ് എന്താ നോക്കൂ, ഗിഫ്റ്റ് ആണ് കേട്ടോ. ടോട്ടോ വൺ ദ റേസ്. അങ്ങനെ എന്താ ടോട്ടോ ഇതിൽ വിജയിച്ചില്ല. ഗോട്ട് എ ട്രോഫി ആൻഡ് ക്യാഷ് പ്രൈസ്. എന്താ ട്രോഫിയും ക്യാഷ് പ്രൈസൊക്കെ കിട്ടി. ദ മണി വാസ് ഗിവൺ ആസ് എ ചെക്ക്. എന്താണ് ഈ പൈസ ചെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. റൈറ്റ് ദ എമൗണ്ട് ഇൻ ദ ചെക്ക് ഇൻ നമ്പേഴ്സ്. ഞാൻ എന്താ ഈ നമ്പർ എന്താ എമൗണ്ട് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് പറഞ്ഞത്? കാറോട്ടോ മത്സരത്തിൽ വിജയിയായ ടോട്ടോയ്ക്ക് എന്താ ട്രോഫിക്കൊപ്പം ക്യാഷ് പ്രൈസും ഉണ്ട് അല്ലേ. സമ്മാനം ചെക്കായിട്ടാണ് കൊടുത്തത് അല്ലേ. ചെക്കിൽ തുക അക്കത്തിൽ എഴുതുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നോക്കിയേ, അപ്പോൾ അക്കത്തിൽ എഴുതണം, നമ്പറിൽ എഴുതണം അല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ പേ ടോട്ടോ ₹90,999 ഓൺലി അല്ലേ. അപ്പോൾ 90,999 ഓൺലി ഇതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ എന്ത് എഴുതുക?
9,999 അല്ലേ, 9,999 അല്ലേ. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ്, സഞ്ചരിച്ച ദൂരം കേട്ടോ. ദ ഡിസ്റ്റൻസ് ഈച്ച് കാർ ട്രാവൽഡ് ഈസ് ഗിവൺ ബിലോ. ഓരോ കാറും സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. നോക്കിയേ, മിക്കി അല്ലേ, എത്ര ഡിസ്റ്റൻസ് 8,546, ബോണി 7,982, സ്പീഡ് 6,375 അല്ലേ. അതുപോലെ കാർ ഫ്രെഡി ആണെങ്കിലോ 5,114, ഫ്ലോറ 6,735, ടോട്ടോ 8,564 കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഓരോന്നും എന്താണ്, സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. മിക്കി ആണെങ്കിൽ 8,546, ബോണി 7,982, സ്പീഡ് 6,375, ഫ്രെഡി 5,114, ഫ്ലോറ 6,735, ടോട്ടോ 8,564. ഇതാണ് ഓരോ കാറും ആകെ സഞ്ചരിച്ച ദൂരം. ഇനി ഓടിയ ദൂരത്തിനനുസരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞത്. കൂടുതൽ ദൂരം ഓടിയത് ആദ്യം എഴുതുക. അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം, ഇതിൽ വലിയ നമ്പർ എഴുതേണ്ടത് അല്ലേ, കുറേ ഓടിയത് അല്ലേ, കൂടുതൽ ദൂരം ഓടിയത്. അപ്പോൾ വലിയ നമ്പറാണ് എന്താക്കേണ്ടത്, ആദ്യം എഴുതേണ്ടത് ആദ്യം, പിന്നെ കുറച്ച് ദൂരം ഓടിയത് അവസാനം എഴുതുക. അപ്പം വലുതെന്ന് ചെറുതിലേക്കാണ് പോകേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ tabulate the cars according to distance they have traveled, with the car which traveled most at the beginning and the car which traveled the least at the end അല്ലേ. അപ്പോൾ വലിയത് അല്ലേ, അപ്പോൾ അസെൻഡിങ് ഓർഡറാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഏറ്റവും വലിയ നമ്പർ ഇതിൽ ഏതാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് 8 ഇവിടെയും തുടങ്ങുന്നത് 8 അല്ലേ. അപ്പോൾ ഇവിടെ 8,546 ആണ്, ഇവിടെ 8,564 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ 1000ൻ്റെ സ്ഥാനത്ത് 8 ആണ്, ഇവിടെയും 1000 സ്ഥാനത്ത് 8. ഇനി 100ൻ്റെ സ്ഥാനത്ത് 5 ആണ്, ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് 5 ആണ്, 100ൻ്റെ സ്ഥാനത്ത് അല്ലേ. ഇനി അടുത്ത് നോക്കിയാൽ 10ൻ്റെ സ്ഥാനത്ത് ഇവിടെ 4 ആണ്, ഇവിടെ 6 ആണ്. അപ്പോൾ ഇതിൽ ഏതാ വലുത് നോക്കേണ്ടത്, ഇവിടെ ഇതാണ്, ടോട്ടോ ആണ് അല്ലേ. 6 അല്ലേ വലുത്, 4 ആണോ 6 ആണോ വലുത്, 6 ആണ് അല്ലേ. അപ്പോൾ ടോട്ടോ ആണ് ഫസ്റ്റ് ഓടിയത് അല്ലേ. അപ്പോൾ ആദ്യം ടോട്ടോൻ്റെ എഴുതുക നമ്പർ. അപ്പോൾ ഫസ്റ്റ് ടോട്ടോ അല്ലേ. പിന്നെ എന്താ, പിന്നെ അതിൽ വരുന്ന ഏതാണ്, അതിൻ്റെ ചെറുത് ഇതാ മൈക്കിയാണ് അല്ലേ, മിക്കിയാണ് അല്ലേ. അപ്പോൾ മിക്കീൻ്റെ എഴുതുക. പിന്നെ അത് ആരാ വരുന്നത് നോക്കൂ, പിന്നെ ആരാ വരുന്നത്, ഇതും എടുത്തു അല്ലേ, നമ്മൾ ഇതും എടുത്തു. ഇനി അടുത്ത ഏതാ വരുന്നത്, ഇതിൽ നോക്കിയേ 1000ൻ്റെ സ്ഥാനത്ത് 8 കഴിഞ്ഞാൽ 7 ആണ് അല്ലേ. അപ്പോൾ 7ൻ്റെ ഇവിടെ വേറെ എവിടെ 7 ഫസ്റ്റ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ബോണിയാണ് വരിക കേട്ടോ. ഇനി അടുത്തത് നോക്കും, ഇതും എടുത്തു. ഇനി അങ്ങനെ ഓരോന്നും എന്താക്കുക, നമ്മൾ എടുക്കുന്നതനുസരിച്ച് നമ്മൾ എന്താക്കുക, ടിക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഡോട്ട് എന്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി 7 കഴിഞ്ഞാൽ 6 ആണ്, 7ൻ്റെ ചെറുത് 6 ആണ് അല്ലേ. അവിടെ 6 ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട് 6 അല്ലേ. അപ്പോൾ 6000, അപ്പം ഇത് രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ നമുക്ക് 100ൻ്റെ സ്ഥാനം നോക്കുക, ഇവിടെ 3 ആണ്, ഇവിടെ 7 ആണ്. അതിലേതാ വലുത്, ഇതാണ് അല്ലേ. അപ്പോൾ ഫ്ലോറയാണ് കേട്ടോ അടുത്തത് വരിക. അവിടെ ടിക്കറ്റ് കൊടുത്ത്, പിന്നെ എന്താ സ്പീഡിയാണ് അടുത്ത് വരിക. ഓക്കെ, ദെൻ ഫ്രെഡി ആണ് കേട്ടോ. അപ്പോൾ എഴുതേണ്ട മനസ്സിലായ 8,564, പിന്നെന്താണ് 8,546, പിന്നെ 7,982, പിന്നെ 6,735, 6,375, പിന്നെ 5,114. ഓക്കെ, ഇങ്ങനെ എഴുതുക. ദെൻ നെക്സ്റ്റ് എന്താ, അപ്പം മലയാളത്തിൽ ടോട്ടോ എന്താണ് 8,564, മിക്കി എന്താണ് 8,546, ബോണി 7,982, ഫ്ലോറ 6,735, സ്പീഡി 6,375, ഫ്രെഡി 5,114 കേട്ടോ. ഓക്കെ, ഇനി എന്താ ബഗ്ഗി കാർസ് നമ്പർ അല്ലേ, ബഗ്ഗി കാറിൻ്റെ നമ്പർ അല്ലേ. ടേക്ക് 1 bead from thousands place in the abacus and put in the ones place. What is the number now? എന്താണ് പറഞ്ഞ്, അബാക്കസിൽ 1000ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 1ൻ്റെ സ്ഥാനത്തിടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ എന്താണെന്നല്ലേ. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് നിന്ന് എന്താക്കുക, ഒരു മുത്തെടുത്ത് ഇങ്ങോട്ട് ഇടുക. ഓക്കെ, 1000ൻ്റെ സ്ഥാനത്ത് ഇതാണ് ഒഴിവാക്കുക കേട്ടോ. ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടിടുക. ഓക്കെ, അപ്പോൾ 1000 എന്താണ് 1000 കുറഞ്ഞിട്ട് 1 കൂടിയതാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ സംഖ്യ എന്താണ്, അപ്പോൾ 1000 എത്ര ഉണ്ടായി, 1 2 3 4 അല്ലേ. അപ്പോൾ 4001 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ എഴുതുക, 4001
1 അല്ലേ. 5000 ഉണ്ടായിരുന്നത് അല്ലേ. 5000ത്തിൻ്റെ ഒരു മുത്തെടുത്തിട്ട് 1 കൊണ്ടിട്ടപ്പോൾ എന്തായി 4001 അല്ലേ. അബാക്കസിൻ്റെ അപ്പം 4001 കേട്ടോ. അബാക്കസിൻ്റെ ആദ്യ സംഖ്യയും ഇപ്പോൾ ലഭിച്ച സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണെന്ത് ഭഗ്യകാരൻ്റെ നമ്പർ. അപ്പോൾ അബാക്കസിൻ്റെ ആദ്യത്തെ സംഖ്യ എത്രയായിരുന്നു 5000 അല്ലേ ഇരുന്നോ. ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 5000 ആയിരുന്നു അല്ലേ. 5 അവിടെ 1000ത്തിൻ്റെ അവിടെ 5 എണ്ണല്ലേ ഇരുന്നോ. അപ്പോൾ 5 എണ്ണമായിരുന്നു. അപ്പോൾ 5000 ആയിരുന്നു. അപ്പോൾ അതും ഇപ്പോൾ ലഭിച്ച സംഖ്യയും കൂടി ഉള്ളതിൻ്റെ വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ 4001 ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4001 അല്ലേ. ഇനി അപ്പോൾ ഇതിൽ കുറച്ച് ഇത് വരുന്നത് എത്രയാണ്. നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കുക അല്ലേ. മൈനസ് കണ്ടുപിടിക്കുക. 0ൽ നിന്ന് 1 പോവില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടെടുക്കും. ഇവിടെ 10 ആവും. ഇവിടുത്തെ 10 നിന്ന് ഇങ്ങോട്ട് കടെടുത്താൽ ഇവിടെ 10 ആവും. ഇവിടെ 9 ആവും അല്ലേ. ഇവിടെ 4 ആവും കേട്ടോ. പിന്നെ ഈ 10 നിന്ന് ഇങ്ങോട്ട് കടെടുത്താൽ ഇവിടെ എത്രയാണ്. ഇവിടെ 10 ആവും. ഈ 10 നിന്ന് ഇങ്ങോട്ട് കടെടുത്താൽ ഇവിടെ 9 ആവും. ഇവിടെ എന്തായി ഇവിടെ 10 ആവും അല്ലേ. ഓക്കെ. അപ്പോൾ 10 നിന്ന് 1 പോയാൽ 9. പിന്നെ ഈ 9 നിന്ന് 0 പോയാൽ 9. പിന്നെ 9 നിന്ന് 0 പോയാൽ 9 അല്ലേ. പിന്നെ 4 പോയാൽ 0 അല്ലേ. അപ്പോൾ നമ്മുടെ നമ്പർ എത്രയാണ്. നമ്പർ എത്രയാണ് 999 അല്ലേ. 999 അല്ലേ. മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ ഒന്നും കൂടി ചേർന്നാലുള്ളതാണ് അല്ലേ. ഇനി നോക്കിയാൽ അബാക്കസിൻ്റെ സംഖ്യ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ് അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ അല്ലേ. മൈനസ് ചെയ്താൽ 999 കിട്ടും കേട്ടോ. ആഡിങ് 1 more ഒന്നും കൂടി അല്ലേ. വാട്ട് ഇസ് എ നമ്പർ ഇൻ ദ അബാക്കസ്. ഇപ്പോൾ അബാക്കസിലുള്ള നമ്പർ എന്താണെന്നാണ് ചോദിച്ചത്. വാട്ട് ഇസ് എ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 to it. അപ്പോൾ ഇതിലേക്ക് ഒന്നും കൂടി ആഡ് ചെയ്ത നമ്പർ നമുക്ക് എന്ത് കിട്ടും, എത്ര നമ്പർ കിട്ടുമെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ അബാക്കസിലുള്ള സംഖ്യ എത്രയാണ് ഇവിടെ. 1ൽ എത്ര ഉണ്ട്. 1 2 3 4 5 6 7 8 9 അല്ലേ. ഇവിടെ 10ലോ 1 2 3 4 5 6 7 8 9. 100ലോ 1 2 3 4 5 6 7 8 9. 1000ലോ 1 2 3 4 5 6 7 8 9 അല്ലേ. അപ്പോൾ അബാക്കസിൽ എപ്പോഴുള്ള സംഖ്യ എന്ന് പറയുന്നത് എത്രയാണ്. 1000 അല്ല. 1000ത്തിൻ്റെ അവിടെ 9 ഉണ്ട് അല്ലേ. അപ്പോൾ 9 100ലും 9 10ലും 9 1ലും 9 അല്ലേ. അപ്പോൾ 9999 അല്ലേ. 9999 ആണ് അല്ലേ. ഇനി ഇതിനോട് ഒന്നും കൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ് അല്ലേ. അപ്പോൾ ഇതിനോട് ഒന്നും കൂടി കൂട്ടിയ എത്രയാണ്. ഇതിനോട് ഒന്ന് സംഖ്യ പ്ലസ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ 9നോട് ഒന്ന് കൂട്ടിയ എത്രയാണ് 10 അല്ലേ. അപ്പോൾ 1 ബാലൻസ് ഉണ്ടാവും. അപ്പോൾ 9നോട് ഒന്ന് കൂട്ടിയാൽ 10 വീണ്ടും. പിന്നെ 9നോട് ഒന്ന് കൂട്ടിയാൽ 10 അല്ലേ. പിന്നെ 9നോട് ഒന്ന് കൂട്ടിയാൽ 10 അല്ലേ. പിന്നെ വേറെ നമ്പർ ഇല്ല. അപ്പോൾ നമുക്ക് എത്രയാണ് 10,000 10,000 കിട്ടും. മനസ്സിലായല്ലോ അല്ലേ. നോക്ക് ഞാൻ പറഞ്ഞുതരാം. 9999 അല്ലേ. 9999നോട് ഒന്ന് കൂട്ടുകയാണ്. 9നോട് ഒന്ന് കൂട്ടിയാൽ എത്രയാ 10 അല്ലേ. 10ൽ 1 ശിഷ്ടം വരും. അവിടെ എഴുതും. 9നോട് ഒന്ന് കൂട്ടിയാൽ എത്രയാണ് 10 1 ശിഷ്ടം. പിന്നെ 9നോട് ഒന്ന് കൂട്ടിയാൽ 10 1 ശിഷ്ടം ബാലൻസ് അല്ലേ. 9നോട് ഒന്ന് കൂട്ടിയാൽ 10 വേറെ നമ്പറൊന്നും ഇല്ലല്ലോ. അപ്പോൾ 10 നോട്ട് എഴുതും അല്ലേ. അപ്പോൾ നമുക്ക് 10,000 കിട്ടും കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ. 10,000 10,000. നെക്സ്റ്റ് നോക്കൂ. ടോമോ വർക്ക്ഷോപ്പിലാണ് കേട്ടോ. എന്താണ് ടോമോ കാർ ഇൻ വർക്ക്ഷോപ്പ്. ടോമോ കാർ വർക്ക്ഷോപ്പിലാണ്. ടോമോ കാർ വാസ് ടേക്കൺ ടു എ വർക്ക്ഷോപ്പ് ഫോർ റിപ്പയേഴ്സ് ആഫ്റ്റർ ദ റേസ്. ടോമോ കാർ എന്താണ് വർക്ക്ഷോപ്പിലാണ്. ഈ റേസ് കഴിഞ്ഞ ശേഷം റിപ്പയർ ചെയ്യാൻ വേണ്ടി ടോമോ കാറിനെ എന്താക്കി വർക്ക്ഷോപ്പ് കയറ്റി. അപ്പോൾ 3,500 rupees വാസ് സ്പെൻഡ് ടു ചേഞ്ച് ദ ബാറ്ററി. 3,500 റുപ്യ എന്താക്കി ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. 2,500 റുപ്യ 2,500 rupees ഫോർ എൻജിൻ വർക്ക്. എൻജിൻ വർക്കിന് 2,500 റുപ്യ. പിന്നെ 4,000 rupees ഫോർ പെയിൻറ്റിങ്. 4,000 റുപ്യ എന്താണ് പെയിൻറ്റിങ്ങിനും കൊടുത്തു അല്ലേ. വാട്ട് ഇസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തു അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് ഇതെല്ലാം കൂടി അങ്ങോട്ട് പ്ലസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അപ്പം എന്താണ് ടോമോകാരൻ്റെ വർക്ക്ഷോപ്പിൽ മാറ്റി ബാറ്ററി മാറ്റാൻ 3,500, എൻജിൻ പണിക്ക് 2,500, പെയിൻറ്റിങ്ങിന് 4,000 രൂപ അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടിയായിട്ട് നമുക്ക് കൂട്ടാം. നോക്കൂ നമുക്ക് ഇങ്ങനെ പ്ലസ് ചെയ്യാം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് 3,500 പ്ലസ് 2,500 ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിലുണ്ട്. 4,000 വേറെ കൂട്ടിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ 0 + 0 + 0 എത്രയാണ് 0 തന്നെ അല്ലേ. 0 എന്ത് കൂട്ടിയാലും 0 0 0 0 തന്നെ. ഇനി ഇതും അങ്ങനെ തന്നെ 0 അല്ലേ. ഇനി 5 + 5 എത്രയാണ് 10 അല്ലേ. 10ഉം പിന്നെ ഇവിടെ 0 ആണല്ലോ. അപ്പോൾ 10 തന്നെ. 10ൽ 0 ഇവിടെ എഴുതുക. 1 ബാലൻസ് അല്ലേ. 1 ശിഷ്ടം ഇവിടെ എഴുതുക. ഇനി 1 + 3 4 4 + 2 എത്രയാണ് 6. 6നോട് 4 കൂട്ടി എത്രയാണ് 10 അല്ലേ. അപ്പോൾ എത്ര രൂപയായി ചിലവായി
10,000 അല്ലേ. അപ്പോൾ നമുക്ക് ചിലവായത് പൈസ എത്രയാണ്? 10,000 റുപ്യ അല്ലേ. 10,000 രൂപ. ഇവിടെ 10,000 രൂപ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ഇതിവിടെ നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ കിട്ടിയതാണ്, അത് ഇവിടേക്ക് എടുത്ത് എഴുതുക കേട്ടോ. അപ്പം എന്താണ്, അപ്പോൾ അതേമാതിരി ഇവിടെ ചെയ്യുക കേട്ടോ. എന്നിട്ട് സ്പെൻഡ് ചെയ്ത് എത്രയാണ്? 10,000 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ്, ഓൺ എ ടൂറിലാണ് കേട്ടോ. ടോട്ടോക്കാർ ഈസ് ബീങ് റെഡീഡ് ഫോർ എ all India tour. All 4 tires have to change. The price of one tire is 2,500 rupees. How much money is needed for 4 tires? അപ്പോൾ ഒരു ടയറിൻ്റെ വിലയാണ് 2,500 റുപ്യ അല്ലേ. ഒരു ഓട്ടോക്കാർ എന്താണ്, അഖിലേന്ത്യാ യാത്രക്കുള്ള ഒരുക്കത്തിലാണ്. അതിനായി 4 ടയറും മാറ്റണം അല്ലേ. ഒരു ടയറിന് 2,500 രൂപയാണല്ലേ. അപ്പോൾ ആകെ എത്ര രൂപ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഒന്നുകിൽ 4 ടയറല്ലേ. അപ്പോൾ 2,500 പ്ലസ് 2,500 പ്ലസ് 2,500 പ്ലസ് 2,500, 4 പ്രാവശ്യം 2,500 കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10,000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, നിങ്ങൾ എഴുതുക കേട്ടോ. 2,500 പ്ലസ് എന്ന് പറഞ്ഞിട്ട് 2,500 പ്ലസ് 2,500, അങ്ങനെ 4 പ്രാവശ്യം 2,500 എഴുതുക കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി കൂട്ടി എന്ത് കിട്ടും? നമുക്ക് ആൻസർ 10,000 കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ. 10,000 10,000 എന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒരു ടയറിന് വേണ്ട തുക 2,500 രൂപ. ആകെ മാറ്റിയിട്ട ടയറുകൾ 4 അല്ലേ. അപ്പോൾ 4 ടയറിനും കൊണ്ട് വേണ്ട തുക എത്രയാണ്? 2,500 പ്ലസ് 2,500 പ്ലസ് 2,500 പ്ലസ് 2,500, 10,000. ഓക്കെ, നോക്കൂ, പ്രൈസ് ഓഫ് വൺ ടയർ 2,500 റുപ്പീസ്. ടോട്ടൽ ടയർ 4 ആണ് ടോട്ടൽ എമൗണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 2,500 പ്ലസ് ചെയ്താൽ എത്ര നമുക്ക് കിട്ടുക? 10,000 അല്ലേ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു എത്രയാണ്? 10,000 ഇത് കേട്ടോ. ഓക്കെ, 10,000 എഴുതുക. ഇനി എന്താ, ഒരു അഖിലേന്ത്യാ യാത്രക്കിടെ ബോഡി ഇലക്ട്രിക് കാർ ചാർജ് ചെയ്തപ്പോൾ കൊടുത്ത തുകയാണിത്. താഴെ തന്നിട്ടുള്ളത് അല്ലേ. അഖിലേന്ത്യാ യാത്രക്കിടെ ബോഡി ഇലക്ട്രിക്കൽ കാർ ചാർജ് ചെയ്തപ്പോൾ കൊടുത്ത തുകയാണ് താഴെ തന്നിട്ടുള്ളത്. കാർ ചാർജ് ചെയ്യാൻ ചിലവായ തുക കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിന് 3,500 റുപ്യ, 2,000 രൂപ, 3,000 രൂപ അല്ലേ. എന്താണ്, ബോണി ഈസ് ആൻ ഇലക്ട്രിക് കാർ. ബോണിൻ്റെ ഇലക്ട്രിക് കാറാണ്. എന്താണ്, ദ amount paid for recharge during its all India tour are given below അല്ലേ. കാൽക്കുലേറ്റ് ദ ടോട്ടൽ എമൗണ്ട്. അപ്പോൾ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട് അല്ലേ ആ ടൂറിൽ. അപ്പോൾ ഓരോ ഫസ്റ്റ് പ്രാവശ്യം 3,500 റുപ്യയും, രണ്ടാമത്തെ പ്രാവശ്യം 2,000, പിന്നെ 3,000 റുപ്പീസുമാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കുക, 3,500 പ്ലസ് 2,000 പ്ലസ് 3,000 എന്ന് എഴുതുക. ഇങ്ങനെ പ്ലസ് ചെയ്യുക അല്ലേ. അപ്പോൾ 0 0 0 തന്നെ അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്, 0 0 തന്നെ. ദെൻ നെക്സ്റ്റ് എന്താണ്, 5 5 0 0 എന്ന് പറഞ്ഞാൽ 5 തന്നെ. ഈ 3 പ്ലസ് 2 5, 5 പ്ലസ് 3 എത്ര 8 കേട്ടോ. 8,500 കേട്ടോ. 8,500 നമ്മളെ ആൻസർ വരിക കേട്ടോ. അപ്പം അത്രയും പൈസയാണ് എന്താക്കിയ ടോട്ടൽ എമൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിയാൽ, കണ്ടിന്യൂ ദ പാറ്റേൺ. ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്, ക്രമം തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റത്തെ എത്രയാണ്? 500 ആണ്. പിന്നെ എത്രയാണ്? 1000 ആണ്. പിന്നെ 1,500. ഇനി എന്താ ഇവിടെ, ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ കൂടി വരുന്നത് നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേന്ന് ആദ്യത്തെ മൈനസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 1,500 മൈനസ് കുറച്ച് നോക്കിയാൽ 500 അല്ലേ. അപ്പോൾ 500 ആണ് ഇവിടെ കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ 500, 1000, 1,500 അല്ലേ. പിന്നെ അടുത്ത 1,500 500 കൂട്ടി എത്ര സൈഡ് ചെയ്ത് നോക്കിയേ. അപ്പോൾ 2,000 കിട്ടും അല്ലേ. 2,000 കിട്ടും അല്ലേ. അപ്പോൾ 500, 1,000, 1,500, 2,000. പിന്നെ 2,000 500 ആഡ് ചെയ്താൽ എത്ര? 2,000 500 ആഡ് ചെയ്താൽ എത്ര? 2,500. 2,500 500 ആഡ് ചെയ്താൽ ചെയ്ത് നോക്കൂ, 3,000. 3,000 500 ആഡ് ചെയ്താൽ 3,500, 4,000, 4,500. അങ്ങനെ ഇത് പോവില്ലേ. ഇനി അടുത്തത് നോക്കിയാൽ ഇവിടെ എന്താണ് കൂടി വരുന്നത്? 6,000 ആണ്. 4,000 കണ്ട 6,000 ആണ്. 8,000 ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പറിൽ നിന്ന് കുറച്ച് നോക്കുക. അപ്പോൾ 6,000 നിന്ന് 4,000 കുറച്ച് എത്രയാണ്? 2,000 ആണ് അല്ലേ. അപ്പോൾ ഇനി ഇത് 2,000, 6 നിന്ന് 2 കൂട്ടിയാൽ എത്ര? 6,000 നിന്ന് 2,000 കൂട്ടിയാൽ 8,000 അല്ലേ. ശരിയല്ലേ. ഇനി 8,000 നിന്ന് 2,000 കൂട്ടിയാൽ 10,000. 10,000 നിന്ന് 2,000 കൂട്ടിയാൽ എത്രയാണ്? 12,000, 14,000, 16,000, 18,000, 20,000 അല്ലേ. ഇനി അടുത്ത നമ്പർ നോക്കൂ, 7,628, 7,728 അല്ലേ. അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്ത് നോക്കിയേ. അപ്പോൾ എന്താ കിട്ടിയ നമുക്ക്? അതാണിത് ഇവിടെ കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്ന് ഇത് കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരം ഇതിനോട് ഇത് കൂട്ടിയാൽ ഇതാണ് കിട്ടുന്നത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താക്കണം, അങ്ങനെ ആഡ് ചെയ്ത് വരണേ. ഇനി അഥവാ ഇനി എന്താക്കുക, നിങ്ങൾക്ക് ഇത് കുറച്ച് കിട്ടി ഇതല്ല ഇതുള്ളത് ഇവിടെ എഴുതുക, ഇവിടുന്ന് കുറച്ച് ഇവിടെ എഴുതുക.
എന്നിട്ട് എന്താണോ കൂടി കൂടി വരികയാണോ കുറഞ്ഞു വരികയാണോ നോക്കി അതിനനുസരിച്ച് ഇത് കൂട്ടി വരികയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് പാറ്റേൺ എഴുതാം. ദെൻ നോക്കൂ 5,000, 500, 1,000, 1,500, 2,000, 2,500, 3,000, 3,500, 4,000, 4,500 അല്ലേ. ഇനി 4,000, 6,000, 8,000, പിന്നെ 10,000, 1,200, 1,400, 1,600, 1,008 സോറി 1,000 അല്ലേ. 4,000, 6,000, 8,000, 10,000, 12,000, 14,000, 16,000, 18,000, 20,000 കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് 7,628, 7,728, 7,828 അല്ലേ. ഇനി 7,000, അപ്പോൾ ഇവിടെ 100 ആണ് കൂടി വരുന്നത് അല്ലേ. അപ്പോൾ 7,928, 8,028, 100 കൂട്ടി കേട്ടോ. അപ്പോൾ ഇത് കിട്ടുക സൈഡിൽ കൂട്ടി ചെയ്യുക കേട്ടോ. അടുത്ത ഇതിനോട് 100 കൂട്ടിയാൽ 8,128, ഇതിനോട് 100 കൂട്ടിയാൽ 8,228, ഇതിനോട് കൂട്ടിയാൽ 8,328, 8,428 എന്ന് വരും കേട്ടോ. ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ്, ഇവിടെ കൂടി വരുന്നത് എത്രയാണ്, ഇത് രണ്ടും മൈനസ് ചെയ്താൽ എന്താ കിട്ടുക, 1,111 ആണ് അല്ലേ, കൂടി വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതുക, 2,222, 3,333, 4,444, 5,555, 6,666, 7,777, 8,888, 9,999 അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 9,400 ആണ്, അടുത്ത് 9,300 ആണ്, ഇത് 9,200. ഇവിടെ കുറഞ്ഞ വരുന്നത് കേട്ടോ മക്കളെ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ എത്ര കുറഞ്ഞു വരുന്നത്, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്ത് നോക്കിയാൽ ആദ്യം നമ്മൾ വലുതെന്ന് അല്ല, രണ്ടാമത്തേന്ന് ഒന്നാമത്തെ മൈനസ് ചെയ്യാൻ ഞാൻ പറഞ്ഞേ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, എപ്പോഴും രണ്ടാമത്തെ വലുതല്ലല്ലോ, ചെറുതല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തേന്ന് രണ്ടാമത്തെ മൈനസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ചാണ് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 100 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ 9,400 9,300 മൈനസ് ചെയ്താൽ 100 അല്ലേ. അപ്പോൾ 100 ആണ് ഇവിടെ ഇങ്ങനെ കുറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ 9,300 100 കുറച്ച് 9,200, 9,200 100 കുറച്ച് എത്രയാണ്, 9,100, പിന്നെ 9,000, 8,900, 8,800, 8,700, 8,600 കേട്ടോ. അത് കുറച്ച് സൈഡ് നിങ്ങൾ ചെയ്ത് നോക്കണേ, അല്ലാതെ കിട്ടാൻ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ സൈഡ് ചെയ്തിട്ടേ കിട്ടുള്ളൂ. നെക്സ്റ്റ് 3,021, 4,132, 5,243 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ആദ്യത്തെ നമ്പറിൽ നിന്ന് എന്താക്കുക, രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1,111 ആണ് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ എന്താക്കുന്നത്, കൂട്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കുക, 5,243, പിന്നെ 6,354, പിന്നെ 7,000. ഇതിങ്ങനെ ആ നമ്പർ ഏതാണ്, ആ കിട്ടുന്ന നമ്പർ കൂട്ടി പോവുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ 7,465, 8,576, 9,687, 10,798 കേട്ടോ. ഓക്കെ, ഇനി മലയാളത്തിൽ എങ്ങനെ പറയാം, 500, 1000, 1500, 2000, 2500, 3000, 3500, 4000, 4500, പിന്നെ 4000, 6000, 8000, 10,000, 12,000, 14,000, 16,000, 18,000, 20,000, പിന്നെ 7,628, 7,728, 7,828, 7,928, 8,028, 8,128, 8,228, 8,328, 8,428. നെക്സ്റ്റ് 2,222, 3,333, 4,444, 5,555, 6,666, 7,777, 8,888, 9,999 അല്ലേ. ഇനി 9,400, 9,300, 9,200, 9,100, ഇത് കുറഞ്ഞു വരുന്നത് അല്ലേ. 9,000, 8,900, 8,800, 8,700, 8,600. നെക്സ്റ്റ് 3,021, 4,132, 5,243, 6,354, 7,465, 8,576, 9,687, 10,798 കേട്ടോ. ഇനി മൈ പാറ്റേൺ, അത് നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. 1000-ൻ്റെ വെച്ച് ചെയ്താൽ ചെറിയ നമ്പറൊന്നും വെച്ച് ചെയ്തത്, നമ്മൾ 1000 ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കുക, 1000-ൻ്റെ വെച്ച് നിങ്ങൾ ചെയ്യണേ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങളതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പാറ്റേൺ എഴുതുക. മൈ പാറ്റേൺ ഒരു എക്സാമ്പിൾ ഞാൻ തന്നതാണ് കേട്ടോ. നിങ്ങൾ തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾ എന്താക്കുക, നിങ്ങളതായിട്ട് രീതിയിൽ എത്ര 100ഓ ഇനി 10ഓ എത്രയാണ് കൂട്ടി പോവുക, പിന്നെ 200ഓ അങ്ങനെ കൂട്ടി പോവുക, കുറച്ചൊക്കെ പോവുക കേട്ടോ. നിങ്ങളായ രീതിയിൽ നിങ്ങൾ എഴുതുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ, ഫോർ ദ റേസ് ദ ഓർഗനൈസിംഗ് കമ്മിറ്റി ഹാഡ് ഗിവൺ നമ്പേഴ്സ് ഫ്രം 5,000 to 5,015 to the cars. How many cars were in the race? Okay. ഈ ഫോർ ദ റേസ് അല്ലേ, എന്താ റേസ് എന്ന് പറഞ്ഞാൽ ഓട്ട മത്സരം അല്ലേ. അതിലെന്താണ്, ആ കമ്മിറ്റി എന്താക്കി,
5000 മുതൽ അല്ലേ 5000 മുതൽ 5050 വരെ എന്താക്കി കാറുകൾക്ക് നമ്പർ കൊടുത്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി കാർസ് വേർ ഇൻ ദ റേസ്, അപ്പോൾ എത്ര കാറാണ് ഉള്ളതെന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കിയേ 1 മുതൽ 5 വരെ എന്ന് പറയുമ്പോൾ 1 മുതൽ 5 വരെ എന്ന് പറയുമ്പോൾ എത്രയാണ് നമ്മളത് 1 2 3 4 5 5 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 5ന്ന് 1 കുറച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിനോട് 1 കൂട്ടുക കേട്ടോ. അപ്പോൾ 5 - 1 എത്രയാ, അപ്പോൾ 5 - 1 4 കിട്ടും അല്ലേ. ആ 4നോട് 1ഉം കൂടി അവിടെ കൂട്ടുക കേട്ടോ. അപ്പോൾ 5 എണ്ണം അല്ലേ. ഇനി നോക്കിയാൽ ഒരു 1 മുതൽ 10 വരെ കൊടുക്കുകയാണെങ്കിൽ എത്ര നമ്പർ ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 നമ്പറാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 10 നമ്പർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ വരുമ്പോൾ 10ന്ന് 1 കുറയ്ക്കുക അല്ലേ. അപ്പോൾ എത്ര 10ന്ന് 1 കുറച്ച് 9, 9നോട് 1ഉം കൂടി കൂട്ടി അപ്പോൾ 10 നമ്പർ. അതേപോലെ എന്താണ് 5000ൽ നിന്ന് എന്താണ് 5050ൽ നിന്ന് 5000 കുറയ്ക്കുക, എന്നിട്ട് 1 അങ്ങോട്ട് കൂട്ടുക. ഓക്കെ, അപ്പോൾ 5050ൽ നിന്ന് ഇപ്പോൾ 5050ൽ നിന്ന് 5000 കുറച്ചാൽ എത്രയാ 50 അല്ലേ. 50നോട് 1ഉം കൂടി കൂട്ടുക 51. അപ്പോൾ മൊത്തം എത്ര കാറാണ് 51 കാറ് അല്ലേ. എന്താണ് ചോദ്യം, കാർ റേസിൽ പങ്കെടുക്കുന്ന കാറുകൾക്ക് സംഘാടന സമിതി രജിസ്റ്റർഡ് നമ്പറുകൾ കൊടുത്തിരിക്കുന്നു. 5000 മുതൽ 5050 വരെയുള്ള നമ്പറാണ് കൊടുത്തത്. മത്സരത്തിൽ എത്ര കാറുകൾ പങ്കെടുത്തു അല്ലേ. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിലോ നിങ്ങൾക്ക് 5000 മുതൽ 5050 വരെ ചെയ്യാം അല്ലേ. എന്താ ഞാൻ പറഞ്ഞത്, ആദ്യം എന്താ പറഞ്ഞത് 5050ന്ന് 5000 കുറയ്ക്കുക, എന്നിട്ട് 1 കൂട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ 5000 മുതൽ 5050 വരെ എഴുതുക. ഇതാ ഇങ്ങനെ എഴുതുക. അങ്ങനെ എഴുതുമ്പോൾ നമ്മൾക്ക് എന്നിട്ട് എന്താക്കുക, എണ്ണി നോക്കുക. എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണമാണ് ഉള്ളത് നോക്കുക. എന്നിട്ട് അപ്പോൾ എത്ര കാറാണ് എണ്ണി നോക്കിയേ, 5000 മുതൽ ഇങ്ങനെ എഴുതുക കേട്ടോ. അപ്പോൾ എണ്ണി നോക്കിയാൽ എത്ര 51 എണ്ണം ഉണ്ടാവും അല്ലേ. അപ്പോൾ 51 കാർ എന്ന് പറയാം കേട്ടോ. 51 കാർസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയാൽ, എന്താണ് write 4-digit number using all the digit 5407. How many can you write? Draw the largest number in an abacus. റൈറ്റ് ദിസ് നമ്പർ ഇൻ വേർഡ്സ്. എന്താണ് 5 4 0 7 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എന്താണ് 4 അക്ക സംഖ്യകൾ 4 ഡിജിറ്റ് നമ്പർ എഴുതാനാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. എത്ര സംഖ്യകൾ എഴുതാൻ കഴിഞ്ഞു? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ അബാക്കസിൽ വരയ്ക്കുക. ഈ സംഖ്യ അക്ഷരത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക നമുക്ക് എങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ 5 4 0 7 എന്നീ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് 4 അക്ക സംഖ്യകൾ എഴുതുന്നത് നോക്കിയേ. ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. നോക്കൂ 4057 4075 4507 അങ്ങനെ എഴുതാം നമുക്ക്. ഓക്കെ, ഇനി അതിലൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ അബാക്കസിൽ വരയ്ക്കുക. ഈ സംഖ്യ അക്ഷരത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നോക്കിയേ ഏറ്റവും വലിയ സംഖ്യ ഇതിൽ ഏതാണ് നോക്കൂ. ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഇതാണ് അല്ലേ 7540 അല്ലേ. അത് നമുക്ക് എന്താക്കുക അബാക്കസിൽ വരയ്ക്കുക അല്ലേ. അപ്പോൾ അബാക്കസിൽ എന്താണ് 1000ൻ്റെ അവിടെ അല്ലേ 1000ൻ്റെ അവിടെ അല്ലേ. മലയാളമുള്ളവർ 1000 എഴുതുക, ഇംഗ്ലീഷിലുള്ളവർ എന്താക്കുക 1000 എഴുതുക അല്ലേ. 1000 പിന്നെ ഇത് എത്രയാണ്? ഇത് 100, ഇത് 10, ഇത് 1 അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ 7540 അല്ലേ. അപ്പോൾ ആ 1000ൻ്റെ അവിടെ 7 ആണ്. 1 2 3 4 5 6 7 അല്ലേ. ഇനി 100ൻ്റെ അവിടെ 5 1 2 3 4 5 അല്ലേ. ഇനി 10ൻ്റെ അവിടെ 4 അല്ലേ. 1 2 3 4 അല്ലേ. പിന്നെ 1ൻ്റെ അവിടെ ഒന്നുമില്ല, 0 ആണല്ലോ അല്ലേ. അങ്ങനെ എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ അപ്പോൾ ഇതിനെങ്ങനെയാണ് പറയുക? 7540. ഓക്കെ, 7540 ഇത് എഴുതുക. മലയാളത്തിലാണെങ്കിലോ 7540 എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Write all numbers from 9999 to 10100 which have 0 in the ones place. എന്താ അവിടെ പറഞ്ഞത്? ഈ 9999നും 10100നും ഇടയിലുള്ളതും 1ൻ്റെ സ്ഥാനത്ത് 0 വരുന്നതുമായ എല്ലാ സംഖ്യകളും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് 10000 അല്ലേ. പിന്നെ 10010, 10020, 10030, 10040, 10050, 10050, 10060, 10070, 10080, 10090, 10100 അല്ലേ. 1ൻ്റെ സ്ഥാനത്ത് എന്താ 0 വരണം എന്നും പറഞ്ഞിട്ടല്ലേ. അപ്പം 10100 വരെയാണ് എഴുതാനും പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് എന്ത് ഇങ്ങനെ എഴുതിയത് അല്ലേ. 10010, 10020 അങ്ങനെ എഴുതി 10100 വരെ എഴുതി. ഓക്കെ, മനസ്സിലായല്ലോ. 1ൻ്റെ സ്ഥാനത്ത് 0 വരണം, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. നെക്സ്റ്റ് എന്താണ്? കംപ്ലീറ്റ് ദ പാറ്റേൺസ് ബിലോ അല്ലേ. അപ്പോൾ ഈ പാറ്റേൺ എന്താണ് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പാറ്റേൺ പൂർത്തിയാക്കുക. നോക്കൂ പാറ്റേൺ 10150, 10200, 10250,
250, പിന്നെ 10,300. ഇവിടെ എന്താണ് കൂടി പോകുന്നത്? 50 കൂടി പോകുന്നത് അല്ലേ? അപ്പോൾ 10,300, 10,350, 10,400, 10,450, 10,500 അല്ലേ? അപ്പോൾ 10,250 ഇൻറ്റു 10,300, 10,350, 10,400, 10,450, 10,500. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാറ്റേൺ നോക്കൂ. 1,500 ആണ് അല്ലേ? അപ്പോൾ 1,500 ആകുമ്പോൾ എന്താ വരുന്നത്? അവിടെ അടുത്ത 2,600 ആണ് അല്ലേ? അപ്പോൾ ഞാൻ എന്താ പറഞ്ഞിരുന്നത്? രണ്ടാമത്തതും ഒന്നാമത്തതും കൂടി മൈനസ് ചെയ്യുക. എന്നിട്ട് എന്താണോ കൂടി വരുന്നത് അതാണ് എന്താക്കുന്നത്? നിങ്ങൾ കൂട്ടി പോകേണ്ടത് അല്ലേ? ഇനി കുറഞ്ഞാണ് വരുന്നതെങ്കിൽ എന്താക്കുക? ആദ്യത്തേന്ന് രണ്ടാമത്തെ കുറച്ചിട്ട് എന്താക്കുക? അത് കുറച്ച് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കൂടി തന്നെ വരുന്നത് അല്ലേ? അപ്പോൾ 1,500, 2,600. ഇത് എത്രയാണ് കൂടി വരുന്നത്? ഇവിടെ 2,600 1,500 കുറച്ചാൽ എത്രയാ? 600 അല്ലേ? അപ്പോൾ 600 കൂടി വരുന്നത് അല്ലേ? അപ്പോൾ 2,600 600 അല്ല, 2,600 മൈനസ് 1,500 എത്രയാണ്? 1,100 ആണ് അല്ലേ? 1,100 എന്താക്കുന്നത്? ഇവിടെ കൂടുന്നത് അല്ലേ? ഇനി അടുത്തൊന്ന് നോക്കിയാൽ 3,700 നിന്ന് 2,600 ഒന്ന് മൈനസ് ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടുന്നത്? 1,100 അല്ലേ? അപ്പോൾ ഇവിടെ 1,100 കൂടി വരുന്നത്. അപ്പോൾ ഇനി അടുത്ത് 3,700 പ്ലസ് 1,100 നിങ്ങൾ പ്ലസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 4,800 കിട്ടും. ഇനി 4,800 1,100 അല്ലേ പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താക്കും? 5,900 കിട്ടും. പിന്നെ ഇതിനോട് നമ്മൾ 1,100 അല്ലേ 1,100 എന്താക്കുക? പ്ലസ് ചെയ്യുക. അപ്പോൾ 7,000 കിട്ടും. 7,000 1,100 പ്ലസ് ചെയ്താൽ 8,100 കിട്ടും. 8,100 1,100 പ്ലസ് ചെയ്താൽ 9,200 അല്ലേ? അപ്പോൾ അതെന്താണ്? നമ്മൾ ഇവിടെ ആദ്യം രണ്ടും കൂടി മൈനസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്താണ്? അത് ഇങ്ങനെ സൈഡിൽ നിങ്ങൾ എന്താക്കുക? അത് ഈ നമ്പർ എഴുതിയിട്ട് അതിനോട് കിട്ടിയ ഉത്തരം നമ്മൾ എന്താക്കുക? പ്ലസ് ചെയ്ത് പോവുക കേട്ടോ. ദെൻ നെക്സ്റ്റ് പാറ്റേൺ ഏതാ അറിയാലോ? ദെൻ നെക്സ്റ്റ് നോക്കൂ. 14,500 ആണ് അല്ലേ? 14,500 ആണ് അല്ലേ? 14,500 പിന്നെ അടുത്ത് എന്താ? 15,250 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കൂടി വരുന്നത്? 750 അല്ലേ? അത് രണ്ടും കൂടി മൈനസ് ചെയ്ത് നോക്കുക അല്ലേ? അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ എന്ത് കിട്ടുക? 750 കിട്ടും അല്ലേ? ഇനി അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എന്താ? മൂന്നാമത്തെ രണ്ടാമത്തെ കൂടി മൈനസ് ചെയ്ത് നോക്കുക. അത് 750 തന്നെയാണ് കിട്ടുന്നത് നോക്കുക. ചില കേസിലൊക്കെ നമുക്ക് എന്താണ് ഇത് വരലുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്? മൂന്നാമത്തേന്ന് രണ്ടാമത്തതും കൂടി മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ആ സംഭവം തന്നെയാണ് വരുന്നതെങ്കിൽ എന്താക്കുക? നമുക്കിവിടെ 750 തന്നെ കൂടി വരുന്നത്. ഇനി ഇതിന്ന് 750 കൂട്ടുക അല്ലേ? 16,000 പ്ലസ് 750 അല്ലേ? 16,000 പ്ലസ് 750 പ്ലസ് ചെയ്യുക. അപ്പോൾ 16,750 കിട്ടും. ഇനി 16,750 750 പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? 17,500 കിട്ടും. 17,500 750 പ്ലസ് ചെയ്താൽ 18,250 കിട്ടും. 18,250 750 പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും? 19,000 അല്ലേ? 19,000 കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഹൂ ആം ഐ? ഞാൻ ആരാന്ന് ചോദിച്ചു അല്ലേ? ഞാൻ എന്താണ്? നമ്പർ ബിറ്റ്വീൻ 4,000 ആൻഡ് 5,000. എന്താണ്? ഞാൻ ആരാതാ? 4,000-നും 5,000-നും ഇടയിലുള്ള സംഖ്യയാണ് അല്ലേ? ഇനി ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ? 1,000-ന്റെ സ്ഥാനത്ത് 1,000-ന്റെ സ്ഥാനത്തെ അക്കത്തിൻ്റെ 1,000-ന്റെ സ്ഥാനത്തുള്ള നമ്പറിൻ്റെ ഡബിളാണ്, ഇരട്ടിയാണ് എന്ത്? 1-ന്റെ സ്ഥാനം അല്ലേ? ഇപ്പോൾ 1,000-ന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞപ്പോൾ 1 ആ 1-ന്റെ സ്ഥാനം എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ? ഇനി 1,000-ന്റെ സ്ഥാനം ഇപ്പോൾ 4 വിചാരിച്ചോ? അപ്പോൾ 1-ന്റെ സ്ഥാനം 8 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ 1,000-ന്റെ സ്ഥാനത്തെ അക്കത്തിൻ്റെ ഇരട്ടിയാണ് എന്ത്? 1-ന്റെ സ്ഥാനത്തെ അക്കം അല്ലേ? പിന്നെ അടുത്ത എന്താണ്? ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. പിന്നെ എന്താണ്? 1,000-ന്റെ സ്ഥാനത്തിൻ്റെ അക്കത്തിൻ്റെ പകുതിയാണെന്ത്? 10-ന്റെ സ്ഥാനത്തിൻ്റെ അക്കം. 1,000-ന്റെ സ്ഥാനത്തിൻ്റെ അക്കത്തിൻ്റെ പകുതിയാണെന്ത്? 10-ന്റെ സ്ഥാനത്തിൻ്റെ അക്കം അല്ലേ? ഇനിയിപ്പോൾ 1,000-ന്റെ സ്ഥാനം ഇപ്പോൾ ഞാൻ പറഞ്ഞത് 4 എന്താണ്? 10-ന്റെ സ്ഥാനം എന്താ? 2 ആയിരിക്കും. അതിൻ്റെ പകുതിയാണ് അല്ലേ? ഇനി അക്കങ്ങളുടെ തുകയും കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദ സം ഓഫ് ദ ഡിജിറ്റ് ഈസ് 19 അല്ലേ? ഡിജിറ്റിൻ്റെ തുക എന്താണ്? അക്കങ്ങളുടെ തുക 19 സംഖ്യ ഏതാണെന്ന് ചോദിച്ചത്? 4,000-നും 5,000-നും 4,000-നും 5,000-നും ഇടയിലുള്ള സംഖ്യയാണ് അല്ലേ? അപ്പോൾ ഒന്ന് അപ്പോൾ എന്താണ്? 4,000-ന്റെയും 5,000-ന്റെ ഇടയിലാണ് പറഞ്ഞത്. അപ്പോൾ എന്തെന്നാലും 4 ആയിരിക്കുമല്ലോ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് അല്ലേ? ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 4 ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ നമ്പർ 4 ആയിരിക്കും. ദെൻ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഇൻ ദ വൺസ് പ്ലേസ് ഈസ് ഡബിൾ ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അപ്പോൾ തൗസൻഡ്സ് പ്ലേസ് അല്ലേ? അപ്പോൾ 1000 പ്ലേസ് പറയുന്നത് 4 തന്നെയല്ലേ? അപ്പോൾ ഇതിൻ്റെ എന്താണ്? ഡബിൾ ആയിരിക്കും എന്ത്? വൺസ് പ്ലേസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ? 1000 എത്ര നമ്പർ ഉണ്ടാവും? 100 പിന്നെ 3 പിന്നെ 10
1 അല്ലേ, 3 നമ്പർ ഉണ്ടാവില്ലേ 1000-ന്, അത് വരുമ്പോൾ ഓക്കെ. അപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ എന്താണ് ഈ 1000-ന്റെ ഡബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 4-ന്റെ ഡബിൾ എത്രയാണ് 8 അല്ലേ, 4-ന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ് 8 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 8 എന്ന് എഴുതാം. ഓക്കെ. ദെൻ ഇവിടെ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ് ഈസ് ഹാഫ് ഓഫ് ദ നമ്പർ ഇൻ ദ തൗസൻഡ്സ് പ്ലേസ്. അപ്പം ടെൻസ് പ്ലേസ് ഇതാ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അതെന്താ പറഞ്ഞിരിക്കുന്നത് 1000 പ്ലേസിൽ ഉള്ളതിൻ്റെ ഹാഫാണ് ടെൻസ് പ്ലേസ്. അപ്പോൾ 4-ന് 1000 പ്ലേസ് പറയുമ്പോൾ 4 അല്ലേ, 1000-ന്റെ ഇതെന്ന് പറയുന്നത് 4 അല്ലേ, 4-ന്റെ പകുതി പറഞ്ഞാൽ അത്രയും 2. അപ്പോൾ ടെൻസിൻ്റെ സ്ഥലവും കിട്ടി. ഓക്കെ. ഇനി നമുക്ക് എന്താ പറഞ്ഞത് സം ഓഫ് ഡിജിറ്റ് 90 എന്ന് പറഞ്ഞു അല്ലേ. എല്ലാം കൂടി കൂട്ടിയാൽ എന്താ 19 കിട്ടും അല്ലേ തുക. അക്കങ്ങളുടെ തുക 19 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി എത്രയാണ് കിട്ടുക നോക്കുക ആദ്യം. എന്നിട്ട് അതിനോട് ഈ 19 നമുക്ക് കുറച്ചാൽ മതി. അപ്പോൾ 100 സ്പേസും കിട്ടും കേട്ടോ. അപ്പോൾ 8 2 10, 10 4 14 അല്ലേ. ഇനി 19-ന്ന് 14 കുറച്ചാൽ എത്ര 5. അപ്പോൾ എന്താണ് 5 ആണ് എന്ത് നമ്മളെ എന്ത് 100 പ്ലേസ് അല്ലേ. അപ്പോൾ നമ്മളെ ഉത്തരം എന്താ വരിക 4528 അല്ലേ. 4528 ആണ് വരിക കേട്ടോ. ഓക്കെ. ഓക്കെ. എത്രയാണ് 4528 ആണ് വരിക കേട്ടോ. 4528. ഓക്കെ. 4528 ആണ് വരിക. നെക്സ്റ്റ് എന്താണ് ഫൈൻഡ് ദ നമ്പർ. ഈ നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സ്റ്റാർട്ടിങ് ഫ്രം 9999 ഇഫ് യു സബ്ട്രാക്ട് 1000 അഗെയിൻ ആൻഡ് അഗെയിൻ വാട്ട് ഷുഡ് ബി ദ 8th നമ്പർ. അപ്പം എന്താ ചോദ്യം എന്ന് പറഞ്ഞത് നോക്കിയേ. 9999 എന്ന സംഖ്യയിൽ നിന്ന് 1000 വീതം കുറഞ്ഞു വന്നാൽ 8ാമത് വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്, എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും ഇങ്ങനെ എന്താക്കുക 999 നിന്ന് 1000 കുറയ്ക്കുക, പിന്നെ അങ്ങനെ കുറച്ച് വരുമ്പോൾ എത്ര 8ാമത് വരുന്ന സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതായിരിക്കും? അപ്പോൾ എത്രയാണ് 1000 കുറയ്ക്കുമ്പോൾ 9999 1000 കുറച്ചാൽ 8999. അതിന് 1000 കുറച്ചാൽ എത്രയാണ് 7999. 7999 1000 കുറച്ചാൽ എത്രയാണ് 6999. പിന്നെ അതിന് 1000 കുറച്ചാൽ എത്രയാണ് 5999. പിന്നെ 4999 3999 2999 അല്ലേ. അപ്പോൾ 9999, 8999, 7999, 6999, 5999, 4999, 1000 കുറച്ച് വരികയാണ് 3999, 2999 അല്ലേ. അപ്പോൾ 8 എന്ന കുറച്ചല്ലോ അല്ലേ. 1 2 3 4 5 6 7 8 അല്ലേ. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ് 2999 അല്ലേ. 2999. അപ്പോൾ 100 വീതമാണ് കുറയുന്നതെങ്കിൽ 5ാമത് വരുന്ന സംഖ്യ ഏതാണ്? 9999 100 ഇങ്ങനെ കുറച്ച് വരിക അല്ലേ. അപ്പോൾ എത്ര കിട്ടുക? അപ്പോൾ 9999 100 വർഷം എത്രയാണ് 9899. 9899 100 വർഷം 9799. 9799 100 വർഷം 9699. 9699 100 വർഷം 9599. 5ാമത്തെ എന്താ വെച്ചാൽ അപ്പോൾ എന്താണ് 9599. ഇത് നോക്കിയേ 9999 100 കുറച്ച് 9899. 9899 100 കുറച്ച് 9799. 9799 100 കുറച്ച് എത്രയാണ് 9699. 9699 100 കുറച്ച് എത്രയാണ് 9599 അല്ലേ. അപ്പോൾ 5ാമത്തെ എത്ര ഏതാ സംഖ്യ വരുന്നത് 100 കുറച്ചാൽ 9599 ആണ് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മേക്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അപ്പോൾ നമുക്ക് എന്താണ് ഈ ചോദ്യം കൂടി ഇതാ ഈ 100-ന് പകരം എന്താക്കുക 200 എന്ന് പറഞ്ഞ് എഴുതുക അല്ലേ. ഇഫ് യു സബ്ട്രാക്ട് 200 ഇൻസ്റ്റെഡ് വാട്ട് വുഡ് ബി ദ 5th എന്നുള്ളത് എന്താക്കുക 6th നമ്പർ എന്ന് ചോദിക്കുക അല്ലേ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക അല്ലേ. വേണമെങ്കിൽ ഇവിടുന്ന് നോക്ക്. സ്റ്റാർട്ടിങ് ഫ്രം 9999 ഇഫ് യു സബ്ട്രാക്ട് 2000 അഗെയിൻ ആൻഡ് അഗെയിൻ വാട്ട് വുഡ് ബി ദ 4th നമ്പർ എന്നോ അല്ലെങ്കിൽ 6th നമ്പർ എന്നോ അങ്ങനെയൊക്കെ കൊടുക്കുക കേട്ടോ. എനിക്ക് എഴുതിക്കൂടെ. ഈ മലയാളത്തിലാണെങ്കിലോ നോക്കിയേ 9999 എന്ന സംഖ്യയിൽ നിന്ന് എന്താണ് 2000 വീതം കുറഞ്ഞു വന്നാൽ 4ാമത് വരുന്ന സംഖ്യ എന്താണ് അങ്ങനെ ചോദിക്കുക. അല്ലെങ്കിലോ ഇനി 200 വീതമാണ് കുറയുന്നതെങ്കിൽ അല്ലെങ്കിൽ 300 വീതമാണ് കുറയുന്നതെങ്കിൽ 3ാമത്തെ സംഖ്യ ഏത് അല്ലെങ്കിൽ 8ാമത്തെ സംഖ്യ ഏത് വരുന്ന സംഖ്യ ഏതാന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കുക അല്ലേ. തയ്യാറാക്കിക്കൂടെ. സിമ്പിൾ അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 7ാമത്തതാണ്. Among the number between 1000 and 1100 how many numbers end in 0? എന്താണ് 1000-നും 1100-നും ഇടയിൽ 0-ത്തിൽ അവസാനിക്കുന്ന എത്ര സംഖ്യകളുണ്ട്?
1000-നും 1100-നും 0-ൽ അവസാനിക്കുന്ന സംഖ്യ എത്ര അല്ലേ? അപ്പോൾ 1000, പിന്നെ 1010, 1020, 1030, 1040, 50, 60, 70, 1080, 1090, 1200 അല്ലേ? ഓക്കെ, 1010, 1020, 1030, 1040, 1050, 1060, 1070, 1080, 1090, 1100. നോക്കൂ, 1000, 1010, 1020, 1030, 1040, 1050, 1060, 1070, 1080, 1090, 1100 അല്ലേ? ഓക്കെ, ഇങ്ങനെ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് വി റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50, ഹൗ മെനി ടൈംസ് വുഡ് വി റൈറ്റ് 2? What if we write up to 100? If we count the 3s instead of 2s, what would the number be the same? അല്ലേ? അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്, 1 മുതൽ 50 വരെ എഴുതുമ്പോൾ 2 എത്ര തവണ എഴുതണം? പിന്നെ 100 വരെ ആയാൽ 2 എത്ര തവണ എഴുതണം? 2-ന് പകരം 3 ആയാൽ ഒരേ എണ്ണം തന്നെയാണോ? അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്ക്, 1 മുതൽ 50 വരെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ 2 എത്ര തവണ വരുന്നുണ്ട്? 1 മുതൽ 1-ൽ 2-ൽ 1 വരുന്നുണ്ട് അല്ലേ? പിന്നെ 12, പിന്നെ 20, 20-ൽ 2 അല്ലേ? ആദ്യമൊന്നും വരണമെന്നൊന്നുമില്ലല്ലോ, 1-ന്റെ സ്ഥാനത്ത് 1-ന്റെ സ്ഥാനത്ത് വരണമെന്നൊന്നുമില്ല അല്ലേ? അപ്പോൾ 20, പിന്നെ 21, 22, 23, 24, 25, 26, 27, 28, 29, 29 അല്ല, പിന്നെ 22-ൽ 2 എണ്ണം വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ. പിന്നെ 32, 42, 52, 62, 72, 82, 50 വരെ ആകുമ്പോൾ 42 വരെ മതി. പിന്നെ 100 വരെ ആയാലോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? 62, 72, 82, 92 വരെ എഴുതുക അല്ലേ? ഇനി 2-ന് പകരം 3 ആയാൽ ഒരേ എണ്ണം തന്നെയാണോ ചോദിക്കുക? അതേപോലെ തന്നെ 3-ന്റെ നോക്കുക, 3, പിന്നെ അതുപോലെ എന്താണ് 13, 23, 23, പിന്നെ 30, 31, 32, 33, 34, 35, 36, 37, 38, 39, പിന്നെ 43, 53, 63, 73, 83, 93 അല്ലേ? അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ നമുക്ക് എന്താ 2, 12 ഇങ്ങനെ എഴുതുക അല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, പിന്നെ 5, 6, 22-ൽ 2 ഉണ്ട്, അപ്പോൾ 6, 7, 8, 9, 10, 11, 12, 13, 14, 15 എണ്ണം അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കുക, ഇവിടെ എത്രയാണ്? 1 മുതൽ 50 വരെ 2 എഴുതുമ്പോൾ എത്ര? 15 അല്ലേ? 15 അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ്? 15 എഴുതാം നമുക്ക് കേട്ടോ. ഇവിടെ 15 എഴുതുക, 15. ഇനി വാട്ട് ഇഫ് വി റൈറ്റ് അപ്പ് ടു 100? 100 വരെ ആയാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എത്രയാണ്? 100 വരെ ആകുമ്പോൾ ഇവിടുന്ന് 2, 12, 20, 21, 22, 23, 22-ൽ എത്ര ഉണ്ട്? 2 അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 എണ്ണം അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം, അവിടെ 20 എണ്ണമാണ് ഇവിടെ ഉണ്ടാവുക അല്ലേ? 100 വരെ ആണെങ്കിൽ 2 എണ്ണം എത്ര ഉണ്ടാവും? 20 എണ്ണം ഉണ്ടാവും അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ അടുത്തത്? ഇഫ് യു കൗണ്ട് ദ 3s ഇൻസ്റ്റെഡ് ഓഫ് 2s, വുഡ് ദ നമ്പർ ബി ദ സെയിം അല്ലേ? അപ്പോൾ എന്താണ്, 2-ന് പകരം 3 ആയാൽ ഒരേ എണ്ണം തന്നെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കി നമുക്ക് 3, 13, 23, 30, 31 അങ്ങനെ എഴുതുമ്പോൾ എത്രയായി? 3, 1, 2, 3, 4, 5, 6, പിന്നെ ഇവിടെ 7, 8 അല്ലേ? 33-ൽ 2 3 ഇല്ലേ? 8, 9, 10, 11, 12, 13, 14, 15 എണ്ണം അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം, അവിടെ 15 അല്ലേ? 2-ന് പകരം 3 ആയാൽ 15. ഓക്കെ, ഇപ്പോൾ ഇവിടെ 15 എന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ആണ് കേട്ടോ. റൈറ്റ് ഓൾ 2-digit number that can be formed with the digit 1 and 2 without repetition, count them and write their numbers. എന്താണ്? 1, 2 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ 2 അക്ക സംഖ്യകളും എഴുതുക. സംഖ്യകളുടെ എണ്ണം എഴുതുക അല്ലേ? 1, 2 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എന്താണ്? അക്കങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, എല്ലാ 2 അക്ക സംഖ്യ അല്ലേ? അപ്പോൾ നോക്കി നമുക്ക് ആദ്യം 1, 2 അല്ലേ? അപ്പോൾ ആദ്യം 1, 12 എഴുതുക. 2 അക്ക സംഖ്യയാണ് 12. ഇനി അടുത്ത എന്താണ്? 21 എഴുതുക. ആവർത്തിക്കാൻ പാടില്ല അല്ലേ? ഇനി എഴുതാൻ പറ്റുമോ? ഇത്രയും എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം, എണ്ണം 1, 2, 2 എണ്ണമാണ് അല്ലേ? അക്കങ്ങളുടെ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 2 എണ്ണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാവുന്ന എല്ലാ 3 അക്ക സംഖ്യകളും എഴുതുക. സംഖ്യകളുടെ എണ്ണം എഴുതുക അല്ലേ? 1, 2, 3 അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 123 എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ എത്രയാണ്? 123, 132 അല്ലേ? 123, 132, 213, 231, 312, 321 അല്ലേ? 123,
132, 213, 231, 312, 321 അല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6 എണ്ണം അല്ലേ? അപ്പോൾ എത്ര എണ്ണം എഴുതാം? 6 എണ്ണം. അപ്പോൾ 1, 2, 3, 4 വെച്ചിട്ട് എഴുതുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം 1നോട് തുടങ്ങുന്നൊക്കെ ഇങ്ങോട്ട് എഴുതുക. ഇതാ ഇങ്ങനെ എഴുതുക. 2നോട് തുടങ്ങുന്ന എഴുതുക, 3നോട് തുടങ്ങുന്ന എഴുതുക, 4നോട് തുടങ്ങുന്ന എഴുതുക അല്ലേ? 1, 2, 3, 4 എല്ലാത്തിനും വരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതുക അല്ലേ? അപ്പം മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6. ഇത് 6 അല്ലേ? 1, 2, 3, 4. അപ്പോൾ 6, 4 എത്ര? 24 അല്ലേ? 24 സംഖ്യകൾ എന്താക്കുക? നമുക്ക് എഴുതാം. അപ്പോൾ 24 സംഖ്യകളാണ് നമുക്ക് എഴുതാൻ പറ്റുക അല്ലേ? എന്തെന്നെ. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററും കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക്